സോറിയാസിസ്, എക്സിമ, വെള്ളപ്പാണ്ട്, അലർജി, ക്യാൻസർ തുടങ്ങി ത്വക്കിനെ ബാധിക്കുന്ന രോഗങ്ങൾ നിരവധിയാണ്. ചൊറിച്ചിൽ, പുകച്ചിൽ, വേദന, നീറ്റൽ തുടങ്ങി തൊടുന്നതും വേദനയും അറിയാൻ പറ്റാതാവുക, ചുവപ്പ്, കറുപ്പ്, വെളുപ്പ്, നീലപ്പ് തുടങ്ങിയ നിറവ്യത്യാസങ്ങൾ, വ്രണങ്ങൾ, തടിപ്പ്, മുഴകൾ തുടങ്ങിയ ഏതെങ്കിലും ഒക്കെ ആകാം ലക്ഷണങ്ങൾ. ചർമ്മരോഗം എന്നതിനുപരി പലപ്പോഴും ഉള്ളിലെ രോഗത്തിൻ്റെ ലക്ഷണങ്ങളാവാം ചർമ്മത്തിൽ കാണുന്നത്. തൊലിപ്പുറത്ത് രോഗലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ വേണ്ട ശ്രദ്ധ നൽകിയാൽ അലർജി മാത്രമല്ല, പ്രമേഹവും പ്രഷറും കൊളസ്ട്രോളും തുടങ്ങി ഓട്ടോഇമ്മ്യൂൺ രോഗങ്ങളും ക്യാൻസറും വരെ വളരെ നേരത്തെ കണ്ടെത്താനും ചികിത്സിച്ചു മാറ്റാനും കഴിഞ്ഞെന്നിരിക്കും. നമ്മൾ ചർമ്മരോഗങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുമ്പ് ചർമ്മത്തിൻ്റെ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ ചർമ്മം എന്ത് ഫങ്ഷനാണ്, എന്ത് ജോലിയാണ് നമുക്ക് വേണ്ടി ചെയ്യുന്നതെന്നുള്ളതും കൂടെ മനസ്സിലാക്കണം. ഏകദേശം നമ്മുടെ ബോഡി വെയ്റ്റിൻ്റെ 12-15% സ്കിന്നാണ്, അല്ലെങ്കിൽ ചർമ്മമാണ്. അപ്പോൾ തന്നെ മനസ്സിലാക്കുക, ഇതാണ് ബോഡിയിലെ ഏറ്റവും വലിയ ഓർഗനാണ് സ്കിൻ എന്ന് പറയുന്നത്. അത് നമ്മൾ ഒരു പ്രൊട്ടക്റ്റീവ് വോൾ പോലെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമാണ്. അതിൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 1.5 to 2 മീറ്റേഴ്സാണ്. നമ്മുടെ ഹൈറ്റ് അനുസരിച്ച് സർഫസ് ഏരിയ കൂടും. 1.5 to 2 മീറ്ററാണ് നമ്മുടെ സ്കിന്നിൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത്. പിന്നെ അത് തന്നെയാണെങ്കിൽ പല ലേയേഴ്സായിട്ടാണ്, എപ്പിഡേർമിസ്, ഡേർമിസ്, ഹൈപ്പോഡേർമിസ്, അങ്ങനെ പല ലെയേഴ്സ് ഉണ്ട്. അതിൽ എപ്പിഡേർമിസിലാണ് നമ്മളുടെ ഈ മെലനോസൈറ്റ് എന്ന് പറയുന്നത്, അതിലാണ് നമ്മളുടെ ഈ സ്കിൻ കളർ ഡിസൈഡ് ചെയ്യുന്ന മെലനോസൈറ്റ് എന്ന് പറഞ്ഞൊരു പ്രത്യേകതരം സെല്ലാണ്. അതാണ് മെലാനിൻ എന്ന് പറഞ്ഞ പിഗ്മെൻ്റ് ഉണ്ടാക്കി അത് കൂടുതലുള്ളവർക്കാണ് കറുപ്പ് നിറം വരുന്നത്. മെലനോസൈറ്റും മെലാനിൻ പിഗ് പ്രൊഡക്ഷനും കുറവാണെങ്കിൽ അത് ലൈറ്റ് സ്കിൻ, സായിപ്പിൻ്റെയൊക്കെ സ്കിൻ പോലെ. അതിപ്പോൾ നമ്മൾ കൂടുതൽ ചൂടുള്ള രാജ്യങ്ങളിൽ, അതായത് നമുക്കറിയാം ആഫ്രിക്ക, ഇന്ത്യയിൽ തന്നെയാണേലും ഈ താഴെ ഇന്ത്യയുടെ സൗത്തിലേക്കുള്ളവർക്ക് കൂടുതൽ ഡാർക്കർ സ്കിന്നായിരിക്കും. അത് കാരണം നമുക്കൊരു പ്രൊട്ടക്റ്റീവായിട്ട് ദൈവം തന്നിരിക്കുന്നതെന്ന് പറയാം. നമ്മളുടെ അൾട്രാവയലറ്റ്, അപ്പോൾ ഈ ഭൂമധ്യരേഖയ്ക്ക് ചുറ്റും അടുത്തുള്ളവർക്ക് ജീവിക്കുമ്പോൾ നമ്മുടെ സൂര്യപ്രകാശം നമ്മളെ കൂടുതൽ മേത്തടിക്കാനും അതിനകത്തെ അൾട്രാവയലറ്റ് റേസ് നമുക്ക് സ്കിന്നിൻ്റെ ഡാമേജ് ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. അതിനെക്കുറിച്ച് പ്രൊട്ടക്റ്റ് ചെയ്തെന്നാണ് ഈ കറുപ്പ് നിറം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ സ്കിന്നിൻ്റെ തന്നെ ഭാഗമാണ് നെയില്, ഹെയർ ഒക്കെ. പിന്നെ നമ്മളുടെ സ്വെറ്റ് ഗ്ലാൻസും സെബേഷ്യസ്, അതായത് സ്കിന്നിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് അതുപോലെ ഉള്ളതാണ് സെബം. അതൊരു പ്രത്യേകതരം ഓയിൽ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാക്കുന്നുണ്ട്. അത് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നമ്മൾ വെള്ളത്തെയൊക്കെ റിപ്പൽ ചെയ്യാനും ഒക്കെ ആയിട്ടുള്ളതാണ് സെബേഷ്യസ് ഗ്ലാൻസ് ഉണ്ട്. അതുപോലെ സെറ്റ് ഗ്ലാൻസ് ശരിക്കും നമ്മളുടെ തെർമോ റെഗുലേഷൻ, അല്ലെങ്കിൽ ചൂടിനെ കൺട്രോൾ ചെയ്യാനായിട്ട്, നമ്മുടെ ബോഡിക്ക് ചൂട് കൂടുമ്പോഴാണല്ലോ നമ്മൾ വേർത്ത് നമ്മുടെ ചൂട് കൺട്രോൾ ചെയ്യാനുള്ളൊരു മെക്കാനിസമാണ് സ്വെറ്റ് ഗ്ലാൻസ്. അതും നമ്മുടെ സ്കിന്നിൽ തന്നെയാണ് ഈ സ്വെറ്റ് ഗ്ലാൻസ് ഉള്ളത്. അതുപോലെ തന്നെ അതൊരു വിസർജനാവയവും കൂടെയാണ്. ഇപ്പോൾ നമുക്കറിയാം പലപ്പോഴും ഈ സ്കിന്നിൽ ചില മരുന്നുകളൊക്കെ കഴിച്ചിട്ട് സ്കിൻ കറുത്തു പോകുന്ന കണ്ടിട്ടില്ലേ. അതുപോലെ ഈ കീമോതെറാപ്പിയൊക്കെ എടുക്കുന്നവരുടെ അത് ആ ടോക്സിൻസ് വന്ന് നമ്മളുടെ, അതായത് കിഡ്നിക്കും ലിവറിനും ഒന്നും വേസ്റ്റ് പുറത്തേക്ക് കളയാൻ പറ്റാതെ വരുമ്പോഴാണ് നമ്മളുടെ കറുപ്പ് നിറം നമ്മുടെ സ്കിന്നിൽ വരുന്നതിൻ്റെ ഒരു റീസൺ. അവിടെ ഒന്ന് കൊഴുപ്പടിഞ്ഞ് വരുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഡയബറ്റിക് ഡയബറ്റീസ് വരുന്നതിന് മുമ്പ് പ്രീ ഡയബറ്റിക് ആയിട്ട് ടൈപ്പ് 2 ഡയബറ്റീസിന് കഴുത്തിന് ചുറ്റും കറുത്ത നിറം വരാം, മുഖത്ത് കറുത്ത നിറം വരാം. പിന്നെ ലിവർ പ്രോബ്ലം, ശരിക്കും മുഖത്തിലൊക്കെ എന്തെങ്കിലും കറുപ്പ് കാണുകയാണെങ്കിൽ ആവശ്യമില്ലാതെ നമ്മളൊരു കറുപ്പ് കാണുകയാണെങ്കിൽ അപ്പം മനസ്സിലാക്കണം അതെന്തോ ഒരു രോഗത്തിൻ്റെ ലക്ഷണമാണ്. അത് ചിലപ്പോൾ ഡയബറ്റീസിൻ്റെ തുടക്കമാകാം, അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയറിൻ്റെ ലക്ഷണമാകാം, അല്ലെങ്കിൽ ലിവറിന് ഫാറ്റി ലിവർ വന്നതിൻ്റെ ലക്ഷണമാകാം. പിന്നെ ഈ മറ്റുള്ള എന്തെങ്കിലും കെമിക്കലുകൾ, മരുന്നുകൾ കഴിക്കുന്നതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് വരുന്നതുമാകാം. അപ്പോൾ അതുകൂടെ മനസ്സിലാക്കണം. പിന്നെ ഈ സ്കിന്നിൽ തന്നെയാണ് അത് ഈ എപ്പിഡെർമിസ് എന്ന് പറയുന്നതിൽ ആണ് ഇതൊക്കെ വരുന്നത്. പിന്നെ ഡെർമിസ് എന്ന് പറയും. അവിടെയാണ് നമ്മളുടെ ഈ സെൻസറി ഓർഗൻസൊക്കെ, അതായത് നമ്മുടെ ടച്ച്, പെയിന്, പ്രഷർ, ചൂട്, തണുപ്പൊക്കെ അറിയുന്നത് നമ്മുടെ സ്കിന്നിലാണല്ലോ. അതിൻ്റെ എല്ലാം നെർവ് എൻഡിങ്സ്, അതെല്ലാം നമ്മുടെ ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്താണ് കിടക്കുന്നത്. ബ്രെയിനിൽ നിന്നുള്ള നെർവ്സിൻ്റെ എൻഡ് ചെയ്തിരിക്കുന്നത് ഈ ഡെർമിസിലാണ്.
അപ്പോൾ അവിടെ നിന്നാണ് നമുക്കതും ഈ എപ്പിഡെർമിസിൻ്റെ അടുത്ത് വരേക്കും ഇത് വരുന്നുണ്ടെന്നുള്ളതാണ്. നെക്സ്റ്റ് ഹൈപ്പോഡെർമിസ്. ഹൈപ്പോഡെർമിസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് വീണ്ടും താഴെയുള്ള ഇതാണ് വരുന്നത്. അതിനകത്താണ് നമ്മുടെ ഫാറ്റാണ് അതിനകത്ത് കൂടുതൽ. അതിനകത്തേക്ക് കുറച്ച് മറ്റേ ഫാറ്റും, അതാണ് നമുക്ക് ബോഡിക്ക് ഷേപ്പ് തരുന്നത്. നമുക്ക് ബോഡിയുടെ ഷേപ്പ് തരുന്നത് നമ്മളുടെ സ്കിന്നിൻ്റെ തന്നെ പുറമേ ഉള്ള അതിന് ഉള്ളിലുള്ള ഈ ഹൈപ്പോഡെർമിസ് എന്ന് പറഞ്ഞ ഭാഗത്ത് ഉള്ള ഫാറ്റാണ്. ഈ ഫാറ്റിനും കുറേ അധികം ഫങ്ഷനുകളുണ്ട്. അതായത് ഹൈപ്പോഡെർമിസ് അതിൽ ആ ഫാറ്റിനും കുറേ ഫങ്ഷൻസ് ഉണ്ട്. ഈ ഫാറ്റിലാണ്, സ്കിന്നിലുള്ള ഫാറ്റിലാണ് നമുക്ക് വൈറ്റമിൻ ഡി ഉണ്ടാക്കുന്നത്. സൂര്യപ്രകാശത്തിൽ നമുക്ക് വൈറ്റമിൻ ഡി ഉണ്ടാക്കുന്നത് സ്കിന്നിൽ വെച്ചാണ്. അതുപോലെ ലേഡീസിലൊക്കെയാണ് ഈസ്ട്രജൻ എന്ന് പറഞ്ഞ ഒരു ഫെമിനൈൻ ഹോർമോൺ ഉണ്ട്. അത് നമുക്ക് ഓവറിയിൽ ഉണ്ടാക്കും. പക്ഷേ പ്രഗ്നൻസി റീപ്രൊഡക്റ്റീവ് ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓവറിയിൽ അധികം ഉണ്ടാക്കില്ല. അപ്പം അതും നമ്മുടെ സ്കിന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈസ്ട്രജൻ ഉണ്ടാക്കാനുള്ള ഒരു കപ്പാസിറ്റിയും സ്കിന്നിനുണ്ട്. അടുത്തത് നമ്മുടെ സ്കിന്നിൻ്റെ ഫങ്ഷൻസ് നോക്കുമ്പം ശരിക്കും ഇതൊരു എനർജി റിസർവാണ്. നമ്മളുടെ ഈ കൊഴുപ്പുണ്ടല്ലോ, കൊഴുപ്പ് ആണ് നമുക്ക് എനർജി റിസർവ് എനർജി ആയിട്ട് വെച്ചിരിക്കുന്നത്. അതിൽ തന്നെ ഒരുതരം വെള്ളക്കൊഴുപ്പും ചുമന്ന കൊഴുപ്പും എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഇതിൽ നമ്മുടെ നെക്കിൻ്റെ ബാക്കിലൊക്കെ കുറച്ച് ചുമന്ന, അതൊക്കെ പെട്ടെന്ന് നമുക്ക് എനർജി ഉപയോഗിക്കാനായിട്ട്, എനർജി ആയിട്ട് മാറ്റാൻ പറ്റുന്ന തരം ഫാറ്റാണ്. നെക്സ്റ്റ് നമ്മൾ പിന്നെ സ്കിന്നെ കുറിച്ച് പറയുമ്പോൾ നമ്മളൊരു കാര്യം കൊണ്ട് മനസ്സിലാക്കേണ്ട, സ്കിന്നിലും കുറേ അധികം മൈക്രോബ്സ് ഉണ്ട്. അതായത് സൂക്ഷ്മജീവികൾ ജീവിക്കുന്നുണ്ട്. അത് നമ്മുടെ സ്കിൻ ഹെൽത്തിന് ഇമ്പോർട്ടൻ്റ് ആണ്. അത് പ്രത്യേകിച്ച് നമ്മളുടെ ഈ കക്ഷം, പ്രൈവറ്റ് പാർട്സ്, അവിടെയൊക്കെ കൂടുതൽ തിക്കായിട്ടുള്ള രോമങ്ങളുണ്ടല്ലോ, അവിടെ തിക്കായിട്ട് തന്നെ സൂക്ഷ്മജീവികളും അവിടെ കൂടുതലുണ്ടെന്നുള്ളതാണ്. അതും നമ്മളുടെ ബോഡിയായിട്ടും പല ഇൻറ്ററാക്ഷൻസും ഉണ്ട്. അതും നമ്മളുടെ ഹെൽത്തിനെയും സ്കിന്നിൻ്റെ ഹെൽത്തിനെയും ഒക്കെ മാനേജ് ചെയ്യാൻ അതും ഇമ്പോർട്ടൻ്റ് ആണ്. സ്കിന്നിൽ തന്നെ നമുക്ക് ചില ഭാഗത്ത് ഹെയർ ഉണ്ട്, ചില ഭാഗത്തില്ല. ഇപ്പം നമുക്ക് അറിയാം, കൈയുടെ വെള്ളയിലും കാലിൻ്റെ വെള്ളയിലൊന്നും ഹെയർ ഇല്ല. അതിന് ഗ്ലേറസ്, അതിന് വേറൊരു പേരിലാണ് ആ സ്കിന്നിൻ്റെ പാട്ടിനെ അറിയുന്നത്. പിന്നെ ചിലർക്ക് ചെറിയ വില്ലസ് ഹെയർ ആയിരിക്കും, ചെറിയ ചെറിയ ഹെയർ. പിന്നെ തലയിൽ ഈ പ്രൈവറ്റ് പാർട്സ്, കക്ഷം, ഇങ്ങനെയൊക്കെ ഉള്ളിടത്ത് കൂടുതൽ ഹെയർ ഉണ്ടാകും. കൂടുതൽ ഹെയറി ആയിട്ടുള്ളിടത്ത് കൂടുതൽ മൈക്രോബ്സും, അവിടെ കൂടുതൽ സ്വെറ്റ് ഗ്ലാൻസും ഉണ്ടാകും. അപ്പോൾ അവിടെ കൂടുതൽ മൈക്രോബിയൽ ഓർഗൻസും കൂടെ ഉണ്ടാകും എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. നെക്സ്റ്റ് നമ്മൾ സ്കിന്നിനെ ബാധിക്കുന്ന അസുഖങ്ങളിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പം നമുക്കറിയാം ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ കൊച്ചു പിള്ളേരിലൊക്കെ കരപ്പെന്നൊക്കെ പറയുമല്ലോ, അത് ശരിക്കും ഒരു അറ്റോപിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറഞ്ഞു. അതിനൊരു അലർജിയുണ്ട്, അതിൻ്റെ കൂടെ ഒരു ഓട്ടോഇമ്മ്യൂൺ ഡിസീസും കൂടെയാണ്. അതാണ് നമ്മൾ കൂടുതലും കൊച്ചുങ്ങളിലൊക്കെ കാണുന്നത്. പിന്നെ ഉള്ളത് സോറിയാസിസ് ആണ്. സോറിയാസിന് മറ്റേ ഇതിനാണെങ്കിൽ ഇങ്ങനെ ഊസിങ് ആയിരിക്കും, അത് ചൊറിയുക, അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് വെള്ളം വരാൻ തുടങ്ങുക. അതിനാണ് നമ്മൾ ഈ എക്സിമ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ഈ സോറിയാസിസിലാണെങ്കിൽ സ്കെയിലിംഗ് ആയിരിക്കും, അതായത് പൊളിഞ്ഞു സ്കിൻ പോകുന്നത് പോലെ. ചിലത് തന്നെ നമുക്ക് തന്നെ പറയാൻ പറ്റില്ല സോറിയാസിസ് ആണോ. ചില ഭാഗത്ത് സോറിയാസിൻ്റെ ലക്ഷണം ഉണ്ടാകും, ചില ഭാഗത്ത് എക്സിമയുടെ ലക്ഷണം ഉണ്ടാകും. ആ രീതിയിലും പലപ്പോഴും കാണാറുണ്ട്. പിന്നെ ഉള്ളത് ഈ ലൈക്കൻ പ്ലാനസ് എന്നൊക്കെ പറഞ്ഞ 1-2 വിഭാഗമുണ്ട്. അതും ഇതെല്ലാം പല രീതിയിൽ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓട്ടോഇമ്മ്യൂൺ വിഭാഗത്തിലാണ് ഇതെല്ലാം പെടുന്നത്. ലൈക്കൻ പ്ലാനസിലാണെങ്കിൽ ചില ഭാഗം വെളുത്തിരിക്കും, ചില ഭാഗം കറുത്തായിരിക്കും ഇരിക്കുന്നത്, ചില ഭാഗം കട്ടിപ്പുണ്ടാവും, ചില ഭാഗം തിന്നായിട്ട് പോവും, അങ്ങനെയൊക്കെയാണ് പല രീതിയിലാണ്. ചില ലൈക്കൻ പ്ലാനസ് ആണെങ്കിൽ കട്ടിപ്പും കറുത്തിരിക്കുന്ന പോലെ മാത്രമായിരിക്കും വരുന്നത്. പിന്നെ ഉള്ളത് നമ്മൾ വെള്ളപ്പാണ്ട്, നമ്മൾ സാധാരണ വിറ്റലേഗോ എന്ന് പറയുമല്ലോ, വെള്ളപ്പാണ്ട്. അങ്ങനെ പിന്നെ ചുമ, റോസേഷ്യ, പിന്നെ എന്താ ബുള്ളസ് എരിത്തീമ എന്നൊക്കെ പറഞ്ഞ് ചിലരുടെ ഉണ്ട്. ഈ അലർജിക് മാനിഫെസ്റ്റേഷൻ പോലെ വരും, എന്തായാലും വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കൊമളച്ചു വരുന്ന പോലെയുണ്ട്. പിന്നെ ചിലർക്ക് അതായത് ഈ കഷത്തിലൊക്കെ ഹൈഡ്രഡനൈറ്റിസ് സപ്പറേറ്റ എന്ന് പറയും, കഷത്തിലൊക്കെ ഇങ്ങനെ ഒരുതരം ആബ്സിസ് പോലെ വന്ന് അത് നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് വെരി ഡിഫിക്കൽട്ട് ടു ട്രീറ്റ് ആണ്. ഏതെങ്കിലും ഭാഗത്തെയൊക്കെ സർജറി വഴി എക്സസൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും വീണ്ടും അത് പിന്നെയും വന്നുകൊണ്ടിരിക്കും. അങ്ങനെയുള്ളൊരു കണ്ടീഷനുണ്ട്. അതൊക്കെ ബേസിക്കലി ഇതെല്ലാം, ഈ രോഗങ്ങളെല്ലാം തന്നെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ പ്രോബ്ലം കൊണ്ട് വരുന്നതാണ്, ഒരു ഓട്ടോഇമ്മ്യൂൺ വിഭാഗത്തിൽപ്പെട്ടതാണ്. പിന്നെ ഉള്ളത് നമ്മൾ ഇൻഫെക്ഷൻസ് വരും, ബാക്ടീരിയ ഇൻഫെക്ഷൻ വരാം, ഫംഗസ് വരാം, നമ്മൾ ഈ വരട്ട് ചൊറി എന്നൊക്കെ പറയില്ലേ, ഇങ്ങനെ റൗണ്ടായിട്ട് വന്നു. പിന്നെ ചില ഈസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ട്, വൈറസ്, നമ്മൾ ഈ
ഹെർപ്പി സിംപ്ലെക്സ് എന്നൊക്കെ പറഞ്ഞ്. അതുപോലെ നമ്മൾ ഈ സ്കിന്നിനെയും കൂടെ ബാധിക്കുന്ന വൈറൽ ഇൻഫെക്ഷൻ ആണല്ലോ നമ്മുടെ ചിക്കൻ ബോക്സ് എന്നൊക്കെ പറയുന്നത്. അതിന് സ്കിന്നിന് മാനിഫെസ്റ്റേഷൻ വരുന്നു എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഇൻഫെക്ഷൻസ് ഉണ്ട്. ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞാൽ അത് വേറൊരു കാറ്റഗറി. നമ്മൾ ബാക്ടീരിയ ആണെങ്കിൽ അതിന് ആൻറ്റിബയോട്ടിക്സ് എടുക്കും. ഫംഗസ് ആണെങ്കിൽ ആൻറ്റി ഫംഗൽ ഉണ്ട്. വൈറസ് ആണെങ്കിൽ ആൻറ്റി വൈറൽ ട്രീറ്റ്മെൻറ്റ് അങ്ങനെയായിരിക്കും അതിൻ്റെ പോകുന്നത്. പിന്നെ സ്കിന്നിൽ വരുന്നത് ഈ മെറ്റബോളിക് ഡിസോർഡേഴ്സിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഡയബറ്റീസ് ആണെങ്കിൽ ഈ കാൻഡോസിസ് നൈഗ്രിഗൻസ് എന്ന് പറഞ്ഞത് ഏർലി സ്റ്റേജിൽ, അതായത് പ്രീ ഡയബറ്റിക് മുതലേ അത് വരാം. പിന്നെ എൻഡ് സ്റ്റേജ് ഓഫ് ഡയബറ്റീസ് ആണെങ്കിൽ ഡയബറ്റിക് ഡെർമോപ്പതി എന്നും പറഞ്ഞുകൊണ്ടുണ്ട്. അതിങ്ങനെ സ്കിന്നൊക്കെ ചൊറിഞ്ഞു പൊട്ടുക, കറുത്ത് വരിക, ചുമന്നിരിക്കുക, അങ്ങനെയൊക്കെ വരുന്ന ഡയബറ്റിക് ഡെർമോപ്പതി വരും. പിന്നെ കൊളസ്ട്രോൾ കൂടുമ്പോഴും ഈ സ്കിന്നിനടിയിൽ കൊളസ്ട്രോൾ ഇത് അടിഞ്ഞുകൂടും, പ്രത്യേകിച്ച് കണ്ണിന് ചുറ്റുമായിട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ഡയബറ്റിക് പേഷ്യൻസിന് തന്നെ ഫുഡ് അൾസേഴ്സ് വരാമല്ലോ, പലപ്പോഴും ഫുഡ് അൾസേഴ്സ് വരാം. പിന്നെ യൂറിക് ആസിഡ് കൂടിയിട്ട് ടോഫി എന്നും പറഞ്ഞൊരു കാര്യം, യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് അടിഞ്ഞ് പ്രത്യേകിച്ച് ഗൗട്ട് പോലെയുള്ള പേഷ്യൻസ്, അങ്ങനെ സ്കിന്നിൽ കുറേ അധികം മാനിഫെസ്റ്റേഷൻസ് വരാം. പിന്നെ ഈ ഫാറ്റി ലിവറൊക്കെ ഉള്ളവർക്ക് നമ്മുടെ അതായത് ഡാർക്ക്നെസ്, നെറ്റിയല്, ചീക്കിൽ ഒക്കെ കറുപ്പ് നിറം വന്നു കഴിഞ്ഞാൽ അതൊരു രോഗത്തിൻ്റെ ലക്ഷണമായിട്ട് എടുക്കണം. ചിലപ്പോൾ ലിവറിനായിരിക്കാം, ചിലപ്പോൾ കിഡ്നിക്കായിരിക്കാം, ചിലപ്പം ഡയബറ്റീസോ പോലെയുള്ള മറ്റെന്തെങ്കിലും സിസ്റ്റമിക് രോഗങ്ങളുടെ ലക്ഷണങ്ങളോ അല്ലെങ്കിൽ അത് തന്നെ കിഡ്നിയെയോ ലിവറിനെയോ ബാധിക്കുന്നതുകൊണ്ടും അങ്ങനെ വരാം. പിന്നെ ഉള്ളത് വേറൊരു ഗ്രൂപ്പ് വരുന്ന അലർജിയാണ്. അതിൽ അലർജി നമുക്കറിയാം, ചൊറിഞ്ഞതടിക്കുക, ഇങ്ങനെ റാഷസ്, വീല് അങ്ങനെയൊക്കെ വരുന്നത്. പല മരുന്നുകളും പലപ്പോഴും അലർജിക്ക് ഫുഡ് അലർജിയും മറ്റ് കണ്ടാക്ട് അലർജി പോലെ വരുന്നത് കൂടാതെ ഡ്രഗ്സിനോടുള്ള അലർജി വരാം. അപ്പം മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സ്കിന്നിൽ ചൊറിച്ചിൽ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഡ്രഗിൻ്റെ കാര്യം ഡോക്ടറോട് ചോദിച്ച് നിർത്തുകയും ചെയ്യണം. കാരണം അലർജി ഉള്ള ഒരു ഡ്രഗ് കണ്ടിന്യൂസ്ലി കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെയും തുടർന്ന് കഴിച്ച് സ്റ്റീവൻ ജോൺസൺ സിൻഡ്രോം എന്ന് പറഞ്ഞ് ഒരു സിവിയർ സ്കിൻ ഇങ്ങനെ അഴുകി പോകുന്നത് പോലെയുള്ള ഒരു കണ്ടീഷനിലേക്ക് പോകാം. സ്കിന്ന് മാത്രമല്ല, മ്യൂക്കസ് മെമ്മറിയും കണ്ണും എല്ലാത്തിലും പ്രശ്നം വരുന്ന ഒരു രോഗമുണ്ട്. അപ്പം അതും കൂടെ നമ്മൾ എന്ത് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്കിന്ന് അലർജി വന്നിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ പ്രിസ്ക്രൈബ് ചെയ്ത ഡോക്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നെക്സ്റ്റ് ഉള്ളത് ഈ വെള്ളപ്പാണ്ടെന്ന് പറയുന്നതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ പോലെ വന്നിട്ട് വെള്ളപ്പാണ്ട് വരുന്നു. അതും ഒരു ഓട്ടോഇമ്യൂൺ ഡിസീസിൻ്റെ ഭാഗമാണ്. അതിൽ നമ്മൾ എക്സിമ പോലെയോ സോറിയാസിസ് പോലെയോ അല്ല, അതിൽ നമ്മളുടെ മെലാനിൻ തരുന്ന മെലനോസൈറ്റ്സിനെ അങ്ങ് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മെലനോസൈറ്റിന് ഡിസ്ട്രക്ഷൻ വരുന്നതോടുകൂടി നമ്മുടെ സ്കിൻ കളർ മാറിപ്പോകുന്നു. അതിൻ്റെ നമ്മുടെ നാച്ചുറൽ കളർ ഇല്ലാതെ പോവുകയാണ് ചെയ്യുന്നത്. അതും ബേസിക്കലി ഓട്ടോഇമ്യൂൺ ഡിസീസാണ്. അപ്പോൾ അവിടെ വളരെ സ്പെസിഫിക് ആയിട്ട് ആ മെലനോസൈറ്റിനെ മാത്രമേ അറ്റാക്ക് ചെയ്യുന്നുള്ളൂ. അതാണ് അതിൻ്റെ പ്രത്യേകത. മറ്റേത് സ്കിന്നിൻ്റെ എപ്പിഡെർമിസിനെയോ അല്ലെങ്കിൽ ഡെർമിസിനെയോ ഒക്കെ അറ്റാക്ക് ചെയ്യുന്നുണ്ടാവും. ഇത് ഒൺലി ദറ്റ് മെലാനിൻ സെൽസ്. അങ്ങനെയാണ് വെള്ളപ്പാണ്ട് വരുന്നത്. അത് ബേസിക് ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ തന്നെ പ്രോബ്ലം തന്നെ. പിന്നെയുള്ള സ്കിൻ ക്യാൻസേഴ്സാണ്. സ്കിന്നിൽ ക്യാൻസർ വരുന്നതിൻ്റെ ഒരു മേജർ പാർട്ട് ഈ അൾട്രാവയലറ്റ് റേസസ്, ഈ സായിപ്പന്മാർ പോലെയുള്ള ലൈറ്റ് സ്കിൻ ആൾക്കാർക്കാണ് അത് കൂടുതൽ വരുന്നത്. പക്ഷേ ഇപ്പം നമുക്കും ഇവിടെയും ഒത്തിരി കൂടുതൽ വരുന്നുണ്ട്. പിന്നെ ഈ വെള്ളപ്പാണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഈ ഇങ്ങനെ ലൈറ്റ് കൊള്ളിപ്പിക്കുകയൊക്കെ ചെയ്യുമല്ലോ. അതും പ്രത്യേകിച്ച് അൾട്രാവയലറ്റ് റേസാണ് അതിന് ഉപയോഗിക്കുന്നത് തന്നെ. അപ്പോൾ അൾട്രാവയലറ്റ് റേസ് എടുത്ത് നമ്മൾ പ്രൊട്ടക്റ്റീവായിട്ടുള്ള ഈ ഇതിനെ പുഷ് ചെയ്ത് ഉണ്ടാക്കിക്കാൻ, അത് നശിച്ചു പോകുന്നതുകൊണ്ടാണല്ലോ ഈ വെള്ളപ്പാടിന് വേണ്ടിയിട്ട് നമ്മൾ മരുന്നുകൾ കൊടുക്കുന്നത്. അപ്പോൾ അതിന് മെലനോസൈറ്റിനെ പുഷ് ചെയ്ത് ഉണ്ടാക്കിക്കാൻ നോക്കുകയാണ്. പക്ഷെ അന്നേരം എന്താ പറ്റുന്നത്, നമുക്ക് ചിലപ്പം ഈ അതിൻ്റെ ഒരു സൈഡ് ഇഫക്റ്റ് ആയിട്ട് വരാവുന്നതാണ് നമ്മൾ സ്കിൻ ക്യാൻസർ വരാമെന്നുള്ളത്. അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ട്രീറ്റ്മെൻറ്റ് ഈ സ്കിൻ ഡിസീസിന് എടുക്കുന്ന ട്രീറ്റ്മെൻറ്റിൽ ഈ കെമിക്കലാണേലും ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോഴും ഒക്കെ അങ്ങനെ അതിൻ്റെ സൈഡ് ഇഫക്റ്റിൻ്റെ ഒരു റിസ്ക്കും കൂടെ ഉണ്ടെന്നുള്ളതാണ്. പിന്നെ സ്കിന്നും ഹെയറും അതിലെ സ്വെറ്റ് ഗ്ലാൻസും സെബേഷ്യസ് ഗ്ലാൻസും എല്ലാം ആയിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ അതിൽ വരുന്ന ഇൻഫെക്ഷൻസും അതിൽ വരുന്ന ഓട്ടോഇമ്യൂൺ ഡിസീസും ഒക്കെ നമ്മളുടെ സ്കിന്നിൻ്റെ മാനിഫെസ്റ്റേഷനായിട്ട് തന്നെ വരും എന്നുള്ളതാണ്. നെക്സ്റ്റ് നമ്മൾ ഈ സോറിയാസിസിൻ്റെയും എക്സിമയുടെയും ഒക്കെ ട്രീറ്റ്മെൻറ്റിലേക്ക് വരുമ്പം കാര്യം രണ്ട് ഡയഗ്നോസിസ് ഒക്കെ ആണെങ്കിലും അതിൽ ട്രീറ്റ്മെൻറ്റിൽ എപ്പോഴും ഇമ്മ്യൂണോസപ്രസൻസ് ആണ്. ഈ സോറിയാസിസിനാണെങ്കിലും എക്സിമയ്ക്കാണെങ്കിലും ഇമ്മ്യൂണിറ്റി സപ്രസ് ചെയ്യാനുള്ള മരുന്നുകളാണ് മെയിനായിട്ട്. പിന്നെ ചിലതായിരിക്കും കൂടുതൽ ഇഫക്റ്റീവ് ആകുന്നത് എന്നുള്ളത് മാത്രമാണ് വരുന്നത്.
പിന്നെ ഉള്ളത് അലർജിയാണ്. അലർജിക്കാണെങ്കിലും ഇമ്മ്യൂണോ സപ്രസൻസ്. അലർജിക്ക് നമ്മൾ ഈ മോണ്ടുലിക് ആസിഡ് അല്ലെങ്കിൽ സെട്രിസിൻ ഇതുപോലത്തെ മരുന്നുകളായിരിക്കും. പിന്നെ നെക്സ്റ്റ് ലെവലിലേക്ക് വരുമ്പോൾ സ്റ്റീറോയിഡ് പോലെയുള്ളതായിരിക്കും. പിന്നെ കുറച്ചും കൂടി സ്ട്രോങ്ങർ ആയിട്ടുള്ളത് ഇവൻ പലപ്പോഴും ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് പോലെയുള്ള ഈ സോറിയാസിസിന് പലപ്പോഴും ഉപയോഗിക്കുന്ന ക്യാൻസറിന് കൊടുക്കുന്ന മരുന്ന് തന്നെയാണ് മെത്തോട്രെക്സേറ്റ്. നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ആൻറ്റി മെറ്റബോളൈറ്റാണ്. അതിൽ ഈ സോറിയാസിസിൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് ഒരു സെല്ല് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് എപ്പിഡെർമൽ ലെവൽ ഇപ്പോൾ പുറത്തേക്കുള്ള മച്ചുറായി പോകാൻ വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് 4 വീക്സാണ് വേണ്ടത്. പക്ഷേ സോറിയാസിസ് പേഷ്യൻറ്റിന് ഒരു സെല്ല് പുതിയതായിട്ട് ഡിവൈഡ് ചെയ്ത് തുടങ്ങിയാൽ അത് ഒരാഴ്ച കൊണ്ട് അതങ്ങ് ലൂസായി സ്കിന്നിൽ നിന്ന് പൊളിഞ്ഞു പോകും. അതാണ് ഇങ്ങനെ സ്കിൻ പൊളിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു സെല്ലിൻ്റെ ഡിവിഷൻ അങ്ങോട്ട് കൂടുകയാണ്. അപ്പോൾ അത് തന്നെയാണല്ലോ ക്യാൻസറിലും വരുന്നത്. ക്യാൻസറിൻ്റെ അതുപോലെ ആ സെല്ലിൽ ക്യാൻസറസ് ചേഞ്ച് വരുന്നില്ല, അല്ലെ സ്പ്രെഡ് വരുന്നില്ല എന്നേ ഉള്ളൂ. ഒരു ടൈപ്പ് ഓഫ് ക്യാൻസറിൻ്റെ ചേഞ്ചാണ്. അതായത് സെല്ലിൻ്റെ ഡിവിഷൻ്റെ കൺട്രോൾ പോവുകയാണ് ചെയ്യുന്നത് ഈ സോറിയാസിസിനാണേലും വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ക്യാൻസറിന് ഉപയോഗിക്കുന്ന പല മരുന്നുകളും ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. സോറിയാസിസിലുള്ള പേഷ്യൻ്റെ ഒരു പ്രത്യേകത, അത് മറ്റുള്ള ഓർഗൻസിനെ, പ്രത്യേകിച്ച് ജോയിൻസിൻ്റെ സോറിയാറ്റിക് ആർത്രൈറ്റിസ് വരാം. അതുകൂടാതെ ഏത് ഓർഗനെ വേണേലും വരാം. സോറിയാസിസ് ഉള്ളവർക്ക് ലങ്സിന് ഇൻറ്റർസ്റ്റിഷ്യൽ ലങ് ഫൈബ്രോസിസ് വരാം, ലിവറിനെ എഫക്റ്റ് ചെയ്യാം, കിഡ്നിയെ എഫക്റ്റ് ചെയ്യാം, കണ്ണിനെ എഫക്റ്റ് ചെയ്യാം. അങ്ങനെ മൾട്ടിപ്പിൾ ഓർഗൻസിലേക്ക് ഇത് മാറാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഇതും കൂടെ ഉണ്ട്. പിന്നെ ഇതിലും ഈ പറഞ്ഞ പോലെ എല്ലാം ഇമ്മ്യൂണോ സപ്രസൻസ് ആണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. അതിനകത്ത് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഈ മോണോക്ലോണൽ ആൻറ്റിബോഡി വിഭാഗത്തിൽപ്പെട്ട മരുന്നുകളും ഉണ്ട്. ഇതൊക്കെ ചിലർക്ക് ചില സമയത്ത് കുറച്ച് നാളത്തേക്കൊക്കെ നല്ല ബെനിഫിറ്റ് കിട്ടിയെന്നിരിക്കും. അത് കഴിഞ്ഞ് ചിലർക്ക് അതിനകത്ത് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ മെത്തോട്രെക്സേറ്റൊക്കെ ലോങ് ടൈം എടുത്ത് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാം. ചിലർ ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ പിന്നെയും വന്നുകൊണ്ടിരിക്കും. അതാണ് ചിലതിൽ ആ ഒരു പ്രോബ്ലം കൂടെ കാണാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ സ്കിൻ പ്രോബ്ലം വന്നാൽ എന്താണ് സൊല്യൂഷൻ എന്നുള്ളതാണ് ബേസിക്കലി. നമുക്കറിയാം ഇൻഫെക്ഷനാണ്, ബാക്ടീരിയൽ, ഫംഗൽ, അതിനൊക്കെ നമുക്ക് സ്പെസിഫിക് മെഡിസിൻസ് ഉണ്ട്. അത് വെച്ചിട്ട് പെട്ടെന്ന് മാറിക്കോളും. യൂഷ്വലി അത് വെച്ച് കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പോൾ മാത്രമാണ് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ബോധർ ചെയ്യേണ്ട വരുന്നുള്ളൂ, ഇമ്മ്യൂൺ സിസ്റ്റത്തിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത്. ഇപ്പം ക്യാൻസറിനാണെങ്കിലും ഇതെല്ലാം പിന്നെ ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് വരുന്ന ഈ സോറിയാസിസ് ആണെങ്കിലും എക്സിമയാണെങ്കിലും ഈ വെള്ളപ്പാണ്ടാണെങ്കിലും ഈവൻ ക്യാൻസർ ആണെങ്കിലും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഒരു പ്രോബ്ലം കൊണ്ടാണ് ഇതെല്ലാം വരുന്നത്. അതായത് ഇമ്മ്യൂൺ സിസ്റ്റം ഇതിലാണെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റം അറ്റാക്ക് ചെയ്യുകയാണ്. ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് ആയിട്ടുള്ള സോറിയാസിസിലൊക്കെയാണ് ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ സെല്ലിനെ അറ്റാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പം അട്രോഫിക് ഡെർമറ്റൈറ്റിസ്, എക്സിമ, ഇതിലും അത് നമ്മുടെ സെല്ലിനെ നശിപ്പിക്കാൻ നോക്കുകയാണ് ചെയ്യുന്നത്. മറ്റേ സോറിയാസിസിലാണെങ്കിൽ അതിൻ്റെ ഡിവിഷൻ ഫാസ്റ്റ് ആക്കുകയാണ് ഇൻഫ്ലമേഷൻ കൊണ്ട്. ഈ ക്യാൻസറിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ അതിലും കൂടുതൽ സോറിയാസിസ് എന്നുള്ള നിലയല്ല, നെക്സ്റ്റ് ലെവലിലേക്ക് ക്യാൻസർ സെല്ല് മാത്രമായിട്ട് അവിടെ ഇരുന്ന് വളരാൻ തുടങ്ങുന്നു. അപ്പോൾ ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഒരു ക്യാൻസർ സെല്ല്, ഒരു അബ്നോർമൽ സെല്ല് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അതിനെ ഡിസ്ട്രോയ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിനവർക്ക് പറ്റാതെ വരുന്നത് കൊണ്ടാണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് അതിനുള്ള പുതിയ സെൽസിനെ ഉണ്ടാക്കി ഒരു സെല്ലിന് അബ്നോർമലാന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെ നശിപ്പിച്ച് കളയുകയും ചെയ്യണം. എവിടെയെങ്കിലും സെല്ലുകൾക്ക് ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ അപ്പം പുതിയതിനെ ഉണ്ടാക്കുകയും ചെയ്യണം. അപ്പം അതിന് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് പറ്റാതെ വരുന്നത് കൊണ്ടാണ് ഈ രോഗങ്ങളെല്ലാം കയറി വരുന്നത്. അപ്പം അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് എന്തുകൊണ്ടാണ് പറ്റാതെ വരുന്നത്? ഒന്ന് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന വിഷാംശമാണ്, അല്ലെങ്കിൽ നമ്മൾ ഈ ഭക്ഷണത്തിൽ കൂടെയും മരുന്നായിട്ടും എല്ലാം കഴിക്കുന്ന സാധനങ്ങളാണ് വരുന്നത്. പിന്നെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യുന്നത് omega-3 omega-6 എന്ന് പറഞ്ഞ 2 ഫാറ്റുകളാണ്. അതിൻ്റെ ഹയർ ലെവലിലുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം കൺട്രോൾ വരുന്നത്. അപ്പം ശരിക്കും നമ്മൾ ഈ കഴിക്കുന്ന മരുന്നുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഇൻഫ്ലമേഷനെ കുറയ്ക്കാൻ വേണ്ടിയാണ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി. അതാണ് സ്റ്റീറോയിഡ്സ് ആണെങ്കിലും എച്ചിക്യു മറ്റേ മെത്തോട്രെക്സേറ്റ് ആണെങ്കിലും എല്ലാം ചെയ്യുന്നത് നമ്മുടെ ഇൻഫ്ലമേഷനെ കുറയ്ക്കാൻ ഉദ്ദേശിച്ചാണ്. അപ്പം അത് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന ആരാ? omega-6 ഫാറ്റാണ്. നമ്മുടെ ഹീലിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നത് ആരാ? നമ്മുടെ എല്ലാ ന്യൂട്രിയൻറ്റും വേണം, കാരണം നമ്മുടെ പുതിയ സെല്ലുണ്ടാക്കാൻ. പിന്നെ omega-3 എന്ന് പറയുന്ന ഫാറ്റാണ് നമ്മളെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ ഫുഡിൽ omega-3 തീരെ കുറവും omega-6 ഒത്തിരി കൂടുതലുമാണ്.
അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും ഇങ്ങനത്തെ ഓട്ടോഇമ്യൂൺ രോഗങ്ങൾ കൂടാനുള്ള കാരണം വരുന്നത്. അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് ഒമേഗ 6 എന്ന് പറഞ്ഞാൽ എന്തിലാണ് ഉള്ളത്? നമ്മൾ ഈ കഴിക്കുന്ന നട്ട്സ്, കശുവണ്ടി, കപ്പലണ്ടി, ബദാം, പിസ്ത, പിന്നെ എണ്ണക്കുരുക്കളായിട്ടുള്ള എള്ള്, ഇപ്പം നമ്മൾ ഈവൻ എന്താ പംകിൻ സീഡ് ഇങ്ങനെയൊക്കെ മേടിച്ച് കഴിക്കുമല്ലോ, ഇതിലെല്ലാം വെരി ഹൈ ആണ് ഒമേഗ 6. പിന്നെ നമ്മളുടെ എല്ലാ കുക്കിംഗ് ഓയിലും നമ്മളിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന കുക്കിംഗ് ഓയിലിലൊക്കെ ഇപ്പം എള്ളെണ്ണ, വെളിച്ചെണ്ണയിൽ ഒമേഗ 6ഉം ഇല്ല, ഒമേഗ 3യും അധികം ഇല്ല. ജസ്റ്റ് സാച്ചുറേറ്റഡ് ഫാറ്റ് മാത്രമാണ് മെയിൻലി. ഈവൻ പാം ഓയിലിലും അധികം ഒമേഗ 6 വരുന്നില്ല, കൂടുതലും സാച്ചുറേറ്റഡ് ഫാറ്റാണ്. ബാക്കിയുള്ള എല്ലാ എണ്ണകളും, ഈവൻ തവിടെണ്ണ, കടല എണ്ണ ഒക്കെ ഒമേഗ 3 ഇല്ല, ഒട്ടുമില്ല. ഒമേഗ 6 വെരി ഹൈയുമാണ്. അതാണ് ആ ഒരു കാരണം കൊണ്ടാണ് നമ്മളുടെ ബോഡിയിൽ ഇൻഫ്ലമേഷൻ ലെവൽ കൂടുതലായിരിക്കും. അതിന് നമ്മൾ എന്താ ചെയ്യുക? ഇൻഫ്ലമേഷൻ കുറയ്ക്കാനുള്ള മരുന്നുകൾ കഴിക്കും. അപ്പോൾ അതിന് പകരം നമ്മൾ എന്താ ശരിക്കും ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒമേഗ 6ൻ്റെ അളവ് കുറയ്ക്കുകയും ഒമേഗ 3യുടെ അളവ് കൂട്ടാനും ശ്രമിച്ച് ഇതിനെ ബാലൻസിലേക്ക് കൊണ്ടുവരിക. പിന്നെ ഈ ഓട്ടോഇമ്യൂൺ ഡിസീസ് വരുമ്പോൾ നമ്മൾ ചില കഴിക്കുന്ന ഫുഡ് തന്നെ നമുക്ക് പറ്റാത്തതായിരിക്കും. ചില ഫുഡിനോട് നമുക്കിപ്പം ഗ്ലൂട്ടൻ അലർജി ഉണ്ടെങ്കിൽ അത് ചിലർക്ക് മറ്റേ എല്ലാവർക്കും ഗ്ലൂട്ടൻ അലർജി ഉണ്ടെന്ന് പറഞ്ഞ് സീലിയാക് ഡിസീസ് വരണമെന്നില്ല. അവർക്ക് വരുന്ന സോറിയാസിസ് ആവാം. ഈവൻ ഇപ്പം പറയുന്ന ഗ്ലൂട്ടൻ അലർജി ഉണ്ട്, അല്ലെങ്കിൽ ഗ്ലൂട്ടൻ ഇൻടോളറൻസും ഉണ്ട്. സൈക്കാട്രിക് പ്രോബ്ലംസ് വരാമെന്നാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്റ്റഡീസ് കാണിക്കുന്നത്. അപ്പം നമുക്ക് പറ്റാത്ത ഒരു ഫുഡാണെങ്കിൽ നമുക്ക് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് അത് നമ്മുടെ ചെല്ലുമ്പം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ആ പ്രോട്ടീൻ വെച്ചിട്ട് എന്ത് സാധനം ഉണ്ടാക്കിയാലും ഇമ്മ്യൂൺ സിസ്റ്റം അതിനെന്തോ ഒരു ശത്രുവിനെ പോലെ കാണുന്നു. അതുകൊണ്ടാണ് നമ്മുടെ സ്കിന്നിൽ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ സ്കിന്നിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നു. അതാണ് വരുന്നത്. അപ്പം ബേസിക്കലി നമ്മൾ ഇത്തരം രോഗങ്ങളുള്ളവരുടെ ബോഡിയിലെ ഫാറ്റിൻ്റെ അളവ് കുറച്ചുകൊണ്ട് വരണം. നമ്മുടെ ലീനുവാസ് ഫാറ്റ്നസ്, അതായത് നമ്മുടെ ബോഡിയിൽ സാധാരണ നിലയിൽ ജെൻസിന് ഒരു 10% മുതൽ 15%, ലേഡീസിനാണെങ്കിൽ 20 to 25% ഫാറ്റ് പാടുള്ളൂ. അത് കൂടുതലുണ്ടെങ്കിൽ അത് ബേൺ ഔട്ട് ചെയ്യണം. ബേൺ ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കാലറി കുറച്ച് എക്സസൈസ് കൂട്ടിയാൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ നമ്മൾ ഡയറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഈ രീതിയിൽ നമ്മൾക്ക് പറ്റാത്തത്, ഇപ്പോൾ സ്കിൻ ഡിസീസ് ഉള്ളവരുടെ ഞാൻ എന്ത് കഴിക്കുമ്പോഴാണ് എനിക്കിത് വരുന്നതെന്ന് കണ്ടുപിടിക്കാൻ നോക്കുക. അപ്പോൾ നമ്മൾ പാൽ കുടിച്ചാൽ വരുന്നുണ്ടോ? അപ്പോൾ പാൽ 1-2 ദിവസം ഒന്ന് നിർത്തി നോക്കുക, മാറുന്നുണ്ടോ എന്ന്. പക്ഷെ പലപ്പോഴും എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിച്ചല്ലേ പറ്റുള്ളൂ. അപ്പം നമുക്ക് ഏതൊക്കെ ഒന്നും ഒരു പിടിയും കിട്ടാതെ വരും. അപ്പം അങ്ങനെ വരുമ്പോഴാണ് ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ വേണ്ടി വരുന്നത്. അപ്പോൾ നമുക്ക് ഡയബറ്റീസോ ഹൈപ്പർ ടെൻഷനോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമ്മൾ ഡയറ്റൊക്കെ എല്ലാവർക്കും സെൽഫായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഓട്ടോഇമ്യൂൺ ഡിസീസ് ഉള്ളപ്പം നമ്മൾ സ്ഥിരം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ റൈസിനൊക്കെ അലർജി ഉണ്ടോ എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? അപ്പോൾ അതിനാണ് നമ്മൾ ടെസ്റ്റുകൾ ചെയ്ത് നോക്കി, അതുപോലെ തന്നെ മിനിമം ഇൻഗ്രീഡിയൻസ് ഉള്ള ഫുഡ് വെച്ചുകൊണ്ട് ഓരോന്നായിട്ട് അഡീഷണലായിട്ട് ആഡ് ചെയ്ത് വേണം നോക്കാൻ. ഇപ്പം നമുക്ക് ജനറലി എല്ലാവർക്കും ഒരു ടെൻഡൻസി ഉണ്ട്, 5 ഗ്രെയിൻ, കുറേ പലതരം, കുറച്ച് റാഗി, കുറച്ച് അരി, കുറച്ച് ഗോതമ്പ്, കിട്ടുന്ന സാധനം എല്ലാം കൂടെ കൂടിയെടുത്ത് ഒരു മാവുണ്ടാക്കി ദോശ ഉണ്ടാക്കി കഴിക്കുക. അല്ലെങ്കിൽ കിട്ടുന്ന പച്ചക്കറി എല്ലാം കൂടെ എടുത്തിട്ട് നമ്മുടെ അവിയലും, പിന്നെ അതിപ്പം മോഡേൺ സൂപ്പ് ഉണ്ടാക്കുക. എന്നിട്ട് ഇതിനെയൊന്നും ഒരു ഫുഡായിട്ടും കണക്കാക്കിയല്ല. അപ്പം നമ്മൾ ഒരു കാര്യം ഓർക്കണം, രോഗങ്ങളുള്ളവർ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഇൻഗ്രീഡിയൻസ് ഏറ്റവും മിനിമൈസ് ചെയ്യാൻ നോക്കണം. കാരണം ഓരോ കാര്യത്തിനും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വേണം സെൻസ് ചെയ്തിട്ട് ഇത് ഓക്കെ ആക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ആകെ ഒരു 3-4 ഐറ്റം വരുവാണെങ്കിൽ അതിനെ നോക്കി വിടാൻ ഇല്ലേ, ഒരു സെക്യൂരിറ്റി ഗാർഡിനാണേലും കയറി വരുന്ന ആൾക്കാർ 3-4 പേരുണ്ടെങ്കിൽ അവരെ കറക്റ്റായിട്ട് പരിശോധിച്ച് അകത്തേക്ക് കയറ്റി വിടാൻ പറ്റും. ഇത് 10,000 പേര് ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സെയിം പ്രോബ്ലം തന്നെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനും വരുന്നു. അപ്പം അതുകൊണ്ട് നമ്മൾ നമ്പർ ഓഫ് ഐറ്റംസ് നമ്മൾ ഫുഡിൽ കുറയ്ക്കണം ഇങ്ങനെയുള്ളപ്പം. എന്നിട്ട് ഓരോന്നായിട്ട് ഒരു ദിവസത്തെ ഫുഡിൽ എത്ര ഐറ്റംസ് നമുക്ക് നിർത്താൻ പറ്റും? അത് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പം ഒരാൾ നമ്മൾ കടയിൽ നിന്ന് നമ്മൾ റോസ്റ്റഡ് ചിക്കൻ മേടിച്ച് കഴിക്കുന്നു, അല്ലെങ്കിൽ കടയിൽ നിന്നുള്ള ബിരിയാണി മേടിച്ച് കഴിക്കുന്നു, അതിനകത്ത് എന്തെല്ലാം വന്നിട്ടുണ്ടെന്ന് നമുക്കറിയാൻ പറ്റില്ല. ഈവൻ ഒരു കറി മേടിച്ച് കഴിക്കുകയാണെങ്കിലും
നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നോക്കാം, മല്ലി, മുളക്, പലതരം മസാലകൾ, ഇങ്ങനെ ടൂ മെനി ഐറ്റംസ് ഇട്ടല്ലേ ഉണ്ടാക്കുന്നത്. പിന്നെ പുറത്തുനിന്നുള്ള സാധനങ്ങളിൽ അവരെപ്പോഴും ആഡ് ചെയ്യുന്നുണ്ടാവും പ്രിസർവേറ്റീവും, അത് കേടാകാതിരിക്കാനുള്ള. ഈവൻ മസാലക്കൂട്ടിൽ പോലും ഇപ്പം പ്രിസർവേറ്റീവ് പോലെയുള്ളതുണ്ടാകും അതിന് കേടാകാതിരിക്കാൻ. അപ്പം ഇതെല്ലാം കൂടെ നമ്മുടെ ബോഡിയിൽ വിഷാംശമായിട്ടാണ് ചെല്ലുന്നത്. അപ്പം അങ്ങനത്തെ ഒന്നും ഇല്ലാതെ ഫ്രഷായിട്ട് ക്ലീൻ ആയിട്ടുള്ള ഫുഡ് മിനിമം സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ മാനേജ് ചെയ്ത് കണ്ടുപിടിക്കാനേ പറ്റുള്ളൂ. അപ്പം അത് ഇപ്പം ശരിക്കും രോഗമായിട്ടിരിക്കുന്ന ഒരു വർഷങ്ങളായിട്ടുണ്ട് മരുന്നുകളൊക്കെ ഉള്ളവർക്ക് സെൽഫ് അത് മാനേജ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോഴാണ് നമ്മളൊരു ക്ലിനിക്കൽ സപ്പോർട്ടിൻ്റെ ആവശ്യം വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ, ഒന്ന്, ശരീരത്തെ പുറമേ നിന്നും കാത്ത് സംരക്ഷിക്കാനുള്ള മതിലാണ് ചർമ്മം. മതിലിൽ ചർമ്മത്തിൽ വിടവുകൾ ഉണ്ടായാൽ രോഗാണുക്കളും വിഷവസ്തുക്കളും അകത്ത് കിടക്കും. മാത്രമല്ല വെള്ളവും മറ്റു പോഷകങ്ങളും ഒലിച്ചു പുറത്തേക്ക് പോകാനും തുടങ്ങും. 2, വൃക്കയും കരളും പോലെ ഒരു വിസർജനാവയവമാണ് ത്വക്ക്. കരളിനും വൃക്കയ്ക്കും പുറത്ത് കളയാനാകാത്ത പല വിഷവസ്തുക്കളെയും ശരീരം പുറന്തള്ളാൻ ശ്രമിക്കുന്നത് ത്വക്കിലൂടെയാണ്. ത്വക്കിൻ്റെ അനാരോഗ്യം വൃക്കയുടെയും കരളിൻ്റെയും ജോലിഭാരം കൂട്ടും. അതുപോലെ തന്നെ വൃക്കയോ കരളോ തകരാറിലായാൽ വിസർജ്യ വസ്തുക്കൾ പുറത്തു കളയാൻ സഹായിക്കാനും ത്വക്കിനാവും. 3, ഉള്ളിലെ രോഗങ്ങളുടെ ലക്ഷണമാണ് പലപ്പോഴും ത്വക്കിലെ നിറവ്യത്യാസങ്ങൾക്കും ചൊറിഞ്ഞു പൊട്ടാനും ഒക്കെ കാരണം. പ്രമേഹം, കൊളസ്ട്രോൾ, SLE പോലുള്ള ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ, ഫുഡ് അലർജി, മരുന്നുകളോടുള്ള അലർജി, ക്യാൻസർ തുടങ്ങിയതിലൊക്കെ ചർമ്മത്തിൽ നിറവ്യത്യാസമോ തടുപ്പോ ചൊറിച്ചിലോ പോലുള്ള ലക്ഷണങ്ങൾ കാണിക്കാം. 4, മരുന്ന് കഴിക്കുമ്പോൾ ചർമ്മത്തിൽ ചൊറിച്ചിലോ നിറവ്യത്യാസമോ കണ്ടാൽ ഉടൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് മരുന്നിൻ്റെ അലർജി മൂലമല്ല ചൊറിച്ചിലും നിറവ്യത്യാസവും ഉണ്ടായത് എന്ന് ഉറപ്പുവരുത്തണം. ലക്ഷണങ്ങൾ അവഗണിച്ച് മരുന്ന് തുടർന്നാൽ ചർമ്മവും വായിലെയും കണ്ണിലെയും ശ്ലേഷ്മസ്തരവും ഒക്കെ നശിച്ചു പോകുന്ന സ്റ്റീവൻ ജോൺസൺ സിൻഡ്രോം, കിഡ്നി ഫെയിലിയർ, ലിവർ ഫെയിലിയർ തുടങ്ങിയ അപകടകരമായ അവസ്ഥകളിലേക്കും പോകാം. 5, മാറാരോഗങ്ങളായി നിലനിൽക്കുന്ന ത്വക്ക് രോഗങ്ങളായ സോറിയാസിസ്, എക്സീമ, സ്ക്ലിറോഡെർമ, പെംഫിഗോയിഡ് തുടങ്ങിയ ചർമ്മത്തെ ബാധിക്കുന്ന ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾക്ക് കാരണം ശരീരത്തിൽ അടിഞ്ഞിരിക്കുന്ന വിഷാംശവും ശരീരത്തിന് ചേരാത്ത ഭക്ഷണവും വയറിനുള്ളിലും ചർമ്മത്തിലും ജീവിക്കുന്ന സൂക്ഷ്മജീവികളുടെ എണ്ണത്തിലും പ്രവർത്തനത്തിലും ഉണ്ടാകുന്ന അപാകതകൾ മൂലം ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ബാലൻസ് നഷ്ടപ്പെട്ട് പ്രതിരോധ പ്രവർത്തനങ്ങൾ അതിരുവിടുന്നതാണ്. 6, സോറിയാസിസ് പോലുള്ള ചർമ്മരോഗങ്ങളുടെ കാരണം കണ്ടെത്തി പരിഹരിക്കാനായില്ലെങ്കിൽ ആർത്രൈറ്റിസ്, തൈറോയിഡൈറ്റിസ്, നെഫ്രൈറ്റിസ് പോലുള്ള മറ്റ് ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളും കൂടി വരാൻ സാധ്യതയുണ്ട്. 7, അസ്വസ്ഥതകൾ മാറ്റാനായി ഇമ്മ്യൂണിറ്റിയെ മരവിപ്പിക്കുന്ന സ്റ്റിറോയിഡ് മരുന്നുകളും ക്യാൻസറിനായി ഉപയോഗിക്കുന്ന മെത്തോട്രെക്സേറ്റ് പോലുള്ള ആൻറ്റി മെറ്റബോളൈറ്റ് മരുന്നുകളും ഇമ്മ്യൂണോ മോഡുലേറ്റേഴ്സും ഒക്കെ ദീർഘകാലം ഉപയോഗിക്കുന്നവർക്ക് പോലും ജീവിതശൈലിയിലെ അപാകതകൾ കണ്ടെത്തി പരിഹരിക്കാനായാൽ അസ്വസ്ഥതകളിൽ നിന്നും മരുന്നുകളിൽ നിന്നും മോചനം നേടാനാകും. ഞാനീ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞാൽ ഇത്തരം ജീവിതശൈലി രോഗങ്ങളുടെ കാരണം മനസ്സിലാക്കി അവയെ പ്രതിരോധിക്കാനും ഒരിക്കൽ വന്ന് നേരത്തെ കണ്ടെത്താനും ജീവിതശൈലിയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി അതിൽ നിന്നും മോചനം നേടാനും സഹായകമാവും. മരുന്നോ ഓപ്പറേഷനോ കൊണ്ട് ഇത്തരം ജീവിതശൈലി രോഗങ്ങൾ മാറ്റാനാകില്ല. കാരണം മരുന്നിൻ്റെയോ ഓപ്പറേഷൻ്റെയോ കുറവുകൊണ്ടല്ല ഇത്തരം രോഗങ്ങൾ ഉണ്ടാകുന്നത്, മറിച്ച് ജീവിതശൈലിയിലെ അപാകതകൾ കൊണ്ടാണ്. അതിനാൽ ജീവിതശൈലി ക്രമീകരിക്കുന്നതിലൂടെ മാത്രമേ ഇത്തരം ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാനും ഒരിക്കൽ വന്നാൽ അതിൽ നിന്ന് മോചനം നേടാനും സാധിക്കൂ. അടുത്തത്, ആരോഗ്യ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വ്യക്തിയുടെ ശാസ്ത്രീയ അടിത്തറ വിലയിരുത്തേണ്ടതുണ്ട് എന്നതാണ്. ഞാൻ ഡോക്ടർ ജോളി തോംസൺ, 1981 ബാച്ചിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും MBBSഉം തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും MDയും റീപ്രൊഡക്റ്റീവ് മെഡിസിനിലും സർജറിയിലും സ്പെഷ്യൽ ട്രെയിനിങ്ങുകൾക്കും ശേഷം ഗവൺമെൻറ് സർവീസിൽ ചേർന്നു. 97 റിസൈൻ ചെയ്ത ശേഷം എറണാകുളത്ത് തേവരയിൽ ലൈഫ് കെയർ സെൻറ്ററിൽ മരുന്നുകളും ശസ്ത്രക്രിയകളും ഒഴിവാക്കി ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിലൂടെ
ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ തടയുന്നതിനും ചികിത്സിച്ചു മാറ്റുന്നതിനും ഊന്നൽ നൽകുന്നു. മോഡേൺ മെഡിസിനിൽ ഉപയോഗിക്കുന്ന മരുന്നുകളും ഓപ്പറേഷനുകളും ഫിസിയോതെറാപ്പിയും ഇമ്മ്യൂണിറ്റിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തി. ഈ പഠനങ്ങളുടെ വെളിച്ചത്തിൽ ഇമ്മ്യൂണിറ്റിയെ ഉത്തേജിപ്പിക്കാനുള്ള പോഷക മിശ്രിതങ്ങളും ഓക്സിഫ്ലെക്സ് എന്ന പ്രത്യേക വ്യായാമ രീതിയും ഡെവലപ്പ് ചെയ്തു. ഈ പോഷക മിശ്രിതങ്ങളുടെയും ഓക്സിഫ്ലെക്സ് വ്യായാമത്തിൻ്റെയും സഹായത്തോടെ കോശങ്ങളെ ശാക്തീകരിച്ച് രോഗമുക്തിയെ സഹായിക്കാനും ആരോഗ്യം ഉത്തമമാക്കാനും നിലനിർത്താനും സഹായിക്കുന്ന സെൽ ആക്ടിവേഷൻ എന്ന നൂതന ചികിത്സാ രീതിയും ഡെവലപ്പ് ചെയ്തു. അടുത്തതായി എന്താണ് ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ആൻഡ് സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണം എന്നതാണ്. ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ ശരീരഘടനയും ശരീരത്തിൻ്റെ കൊഴുപ്പിൻ്റെ അളവും കണ്ടെത്തുകയും ഒപ്പം തന്നെ ഉത്തമ ശരീരഘടന എന്തായിരിക്കണം എന്ന് കണ്ടെത്തുകയുമാണ് ആദ്യഘട്ടം. രണ്ടാമതായി രക്തപരിശോധനകൾ നടത്തി ഹൃദയം, രക്തക്കുഴലുകൾ, ലിവർ, കിഡ്നി തുടങ്ങിയ അവയവങ്ങളുടെ ആരോഗ്യസ്ഥിതിയും ഇമ്മ്യൂൺ സ്റ്റാറ്റസും ഹോർമോണുകളുടെയും പോഷകങ്ങളുടെയും ലെവലും ശരീരത്തിന് ചേരുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയുമാണ്. മൂന്നാമതായി ഉത്തമ ശരീരഘടനയിൽ എത്താനായി വേണ്ട ജീവിതശൈലി ക്രമീകരണങ്ങളാണ്. രോഗിയുടെ പ്രത്യേകതകൾ അനുസരിച്ച് ഉത്തമ ന്യൂട്രീഷനും വ്യായാമവും നൽകുന്നതിനൊപ്പം ശരീരത്തിലെത്തുന്ന വിഷാംശം കുറയ്ക്കാനുമാണ് ഇതിൽ ശ്രമിക്കുന്നത്. ശരീരകോശങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഉത്തമമായ സാഹചര്യം ഒരുക്കുന്നതിലൂടെ ജീവനാധാരമായ മെറ്റബോളിക് അഥവാ രാസപ്രവർത്തനങ്ങളുടെ സമതുലിതാവസ്ഥ വീണ്ടെടുക്കുകയും നിലനിർത്തുകയുമാണ് ലക്ഷ്യം. ജീവിതശൈലി ക്രമീകരണത്തിലൂടെ രക്തയോട്ടവും മെറ്റബോളിക് പ്രവർത്തനങ്ങളും ഹോർമോൺ ബാലൻസും ഇമ്മ്യൂണിറ്റിയും ശരീരഘടനയും ഉത്തമമാക്കാനും നിലനിർത്താനും കഴിഞ്ഞാൽ ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളെയും പ്രതിരോധിക്കാനാകും. മാത്രമല്ല, വർഷങ്ങളായി മരുന്ന് കഴിക്കുന്നവർക്ക് പോലും രോഗം മൂർച്ഛിച്ച് അവയവങ്ങൾ തീരെ നശിക്കുന്നതിന് മുൻപെങ്കിലും കേടായ ശരീരകോശങ്ങളുടെ പുനർനിർമ്മിതിക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകാനും വിഷാംശം ശരീരത്തിലെത്തുന്നത് തടയാനും ശരീരകോശങ്ങളെയെല്ലാം ഉത്തേജിപ്പിക്കാൻ ഉതകുന്ന വ്യായാമത്തിലൂടെ എല്ലാ ശരീരകോശങ്ങൾക്കും വേണ്ട രക്തയോട്ടം ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കാനും വേണ്ട ജീവിതശൈലി ക്രമീകരണത്തിന് തയ്യാറായാൽ പ്രമേഹവും പ്രഷറും ഹൃദ്രോഗവും അലർജിയും ആസ്മയും ക്യാൻസറും പോലുള്ള ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും അവയ്ക്കായി കഴിക്കുന്ന മരുന്നുകളിൽ നിന്നും വേണ്ടിവരാവുന്ന ഓപ്പറേഷനുകളിൽ നിന്നും ഒക്കെ മോചനം നേടാനും കഴിയുന്നതേ ഉള്ളൂ. ഈ ത്വക്ക് രോഗങ്ങൾക്ക് ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൊണ്ട് എന്ത് ബെനിഫിറ്റ് എന്ന് നോക്കിയാൽ, സാധാരണ നമ്മൾ കാണുന്നത് യൂഷ്വലി ഇൻഫെക്ഷൻസും അങ്ങനത്തെയൊക്കെ ഞാൻ ട്രീറ്റ് ചെയ്യാറില്ല. സാധാരണ വർഷങ്ങളായി ഈ രോഗമായിട്ടിരുന്നിട്ട് പലതരം ചികിത്സകൾ എടുത്തിട്ട് ഇംഗ്ലീഷ് മെഡിസിനും ആയുർവേദവും ഹോമിയോയും പിന്നെ ഈ നാച്ചുറോപ്പതിയും ഒക്കെ ചെയ്തിട്ടും പറ്റാതെ ഇരിക്കുന്നവരാണ് യൂഷ്വലി ഇതിലേക്ക് വരാറുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ പ്രത്യേകിച്ച് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, അതാണ് മറ്റേ ഇൻഫെക്ഷൻസും ഇങ്ങനെ കാണാറില്ല. നമ്മളിവിടെ അങ്ങനെ ഞാൻ സ്കിൻ ക്യാൻസറും കാണാറില്ല. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് മറ്റേ സോറിയാസിസ്, എക്സിമ, അതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ളത്. പിന്നെ വെള്ളപ്പാണ്ട്, പിന്നെ ഈ സ്ക്ലിറോഡെർമ, അതിന് പലപ്പോഴും ഈ ലങ്സിനെയും മാനിഫെസ്റ്റേഷൻ ഉണ്ടാകും മറ്റിടത്ത്. അപ്പോൾ സ്ക്ലിറോഡെർമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിന്നിന് തിക്കായി കുഴിഞ്ഞു പോകുന്ന പോലെ വരുന്ന ഒരു കണ്ടീഷനാണ്. അത് അത്ര കോമൺ അല്ല, വളരെ റെയറായിട്ട് മാത്രം വരുന്നതാണ്. പിന്നെ കാണുന്നത് നമ്മുടെ ഡയബറ്റീസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി വരാം പേഷ്യൻസ്. അപ്പം അതൊരു ഓൾറെഡി ഡയബറ്റിക് പേഷ്യൻസും കൂടെ ആയിരിക്കും. പിന്നെ ഈ സ്കിൻ ഡിസീസും ശരിക്കും പറഞ്ഞാൽ വെരിക്കോസ് വെയിനുമായിട്ട് അറ്റാച്ച്ഡ് ആണ്. വെരിക്കോസ് വെയിൻ്റെ കൂടെ വരുന്ന സ്കിൻ ഡിസീസ് എന്ന് പറയുന്നത് ഒരു എക്സിമ പോലെയുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ വെരിക്കോസ് വെയിനും ഒരു ഓട്ടോഇമ്യൂൺ ഡിസീസാണ്. അത് വെയിൻസിനെ ആദ്യം ബാധിക്കും, അത് തന്നെ സ്കിന്നിലേക്കും കൂടെ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് വെരിക്കോസ് വെയിൻ്റെ അൾസർ വരുന്നത്. ഡയബറ്റീസിൻ്റെതാണെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ സ്കിന്നിലേക്കുള്ള നെർവ്സും ഒക്കെ ഡാമേജ്ഡായി ന്യൂറോപ്പതി വന്ന് അതിൻ്റെ സെൻസേഷനും പോവും, സർക്കുലേഷനും പോവും. ആവശ്യത്തിന് സർക്കുലേഷനും ഇല്ലാതായി സെൻസേഷനും ഇല്ലാതായി നമ്മളറിയാതെ മുറിവുകൾ വന്ന് അൾസറിലേക്ക് പോകും. അപ്പം ഇതൊക്കെയാണ് നമ്മൾ സാധാരണ കാണുന്ന ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസായിട്ട് വരുന്നത്. അപ്പം നമ്മളതിന് സോറിയാസിസിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. നമ്മളിവിടെ ഏറ്റവും കൂടുതൽ സോറിയാസിസ് ആണെന്ന് തോന്നുന്നു. സോറിയാസിസ് പല പേഷ്യൻസും തലയും ഒക്കെ ചൊറിച്ചിലും, മൊത്തത്തിൽ ചൊറിച്ചിൽ, ചിലർക്കൊന്നും ഉറങ്ങാൻ പോലും പറ്റുന്നുണ്ടാവില്ല.
ചിലർക്ക് സോറിയാസിസിൻ്റെ കൂടെ ഒരു ആർത്രൈറ്റിസും കൂടെ ഉണ്ടാവും. സോറിയാറ്റിക് ആർത്രൈറ്റിസ് സ്കിന്നിലും പ്രശ്നമായിരിക്കും, ജോയിനും കൂടെ പ്രശ്നമായിരിക്കും. അപ്പം നമുക്കറിയാം നമ്മുടെ ബോഡിയിലെ ഏറ്റവും വലിയ ഓർഗനാണ് സ്കിൻ എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ മൊത്തത്തിൽ എടുത്ത് നോക്കിയാൽ എല്ലാ ജോയിൻസും കൂടി എടുത്ത് നോക്കിയാൽ ചിലപ്പോൾ അതായിരിക്കും ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പോൾ ഇതിനെ രണ്ടിനെയും കൂടെ ബാധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു കാര്യമാണ്. ഞാനൊരു ഒരു സോറിയാസിസിൻ്റെ പറയുന്ന സോറിയാസിസും ആർത്രൈറ്റിസും കൂടെ ഉണ്ടായിരുന്ന ഒരു പേഷ്യൻറ്റിൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. ഇദ്ദേഹം 53 ഇയേഴ്സ് ഉള്ള ഒരു മെയിലാണ്. 165 സെൻറ്റിമീറ്റർ, 65 കിലോ. വലിയ ഓവർ വെയ്റ്റ് ഒന്നുമില്ല. ബട്ട് ഫാറ്റ് ലെവൽ ബോഡിയിൽ കൂടുതലാണ്. അതായത് ഓവർ വെയ്റ്റ് ഒന്നുമില്ല, ഒന്നും പറയാൻ പറ്റില്ല. അപ്പർ നോർമലാണ് വരുന്നത്. BMI ഏകദേശം 23.6 വരുന്നുള്ളൂ. പക്ഷേ ഫാറ്റ് 32% ഉണ്ട്. അതാണ്. അപ്പം അതുപോലെ വയറിലെ ഫാറ്റ് ഓൾമോസ്റ്റ് 10% വരുന്നുണ്ട്. അതാണ് നമ്മൾ എക്സസ് ഫാറ്റ്, നമ്മൾ ഓവർ വെയ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ എക്സസ് ഫാറ്റ് ഉണ്ടാകാം മിക്കവാറും ഇത്തരം രോഗികളിൽ. അത് വരുമ്പം ബേസിക്കലി പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് 15 വർഷമായിട്ട് സോറിയാസിസ് ഉണ്ട്. ആർത്രൈറ്റിസ് തുടങ്ങിയിട്ട് 1 വർഷമേ ഉള്ളൂ. ഇപ്പം ആർത്രൈറ്റിസ് ഈ 1 വർഷം കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഫിംഗേഴ്സൊക്കെ ശരിക്കും ഡീഫോംഡായി. അദ്ദേഹം മരുന്നുകളൊന്നും കഴിക്കുന്നില്ലായിരുന്നു. യൂഷ്വലി അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇംഗ്ലീഷ് മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസുഖം മാറിയില്ലെങ്കിലും അതിൻ്റെ മെഡിസിൻ്റെ സൈഡ് ഇഫക്റ്റ് ഉണ്ടാകുമെങ്കിലും പക്ഷേ ജോയിൻറ്റ് ഫിക്സിറ്റ് വരികയില്ല. അദ്ദേഹത്തിൻ്റെ ഫിംഗേഴ്സൊക്കെ ഡീഫോംഡായി. ഇങ്ങനെ നമുക്കൊന്ന് കൈ കൂപ്പാൻ നോക്കിയാൽ നമ്മൾ നോക്കുമ്പോൾ കറക്റ്റായിട്ട് വരികയില്ല. ഈവൻ ചിലർക്ക് നമ്മളൊരു പിടിച്ച് ഇങ്ങനെ ഒന്ന് പിടിക്കാൻ ഉള്ള ചില ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരും. അതിനിങ്ങനെ പിടിക്കാൻ പറ്റില്ലായിരിക്കും. അതുപോലെയുള്ള ഒരു ബുദ്ധിമുട്ടാണ്. അപ്പം പിന്നെ സ്കിന്നിൽ സോറിയാസിസും കൂടെ ഉണ്ട്. അപ്പോൾ സോറിയാസിസ് ഉണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ ആർത്രൈറ്റിസും കൂടെ ഉണ്ട്. അതാണ് അദ്ദേഹത്തെ വിഷമിപ്പിക്കുന്നത്. ഇപ്പം നമ്മുടെ CRP, HSCRP, ESR ഒക്കെ വെരി ഹൈ ആണ്. ESR 106, HSCRPയും CRPയും വെരി ഹൈ ആണ്. ഈവൻ ഈ സോഡിയം പൊട്ടാസ്യം ബാലൻസിലും, അതായത് സോഡിയം കുറഞ്ഞു പോകുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പം പല ഇങ്ങനത്തെ പേഷ്യൻസിനും അത് കാണുന്നുണ്ട്. ഈ ഓട്ടോഇമ്യൂൺ ഡിസീസ് ഉള്ളവർക്ക് സോഡിയം കുറഞ്ഞു പോകുന്നതായിട്ട്, അത് മോസ്റ്റ് പ്രോബബ്ലി ഞാൻ അസ്യൂം ചെയ്യുന്നതാണ്. ഇതിനെക്കുറിച്ച് നമുക്ക് സ്റ്റഡീസോ മെഡിക്കൽ ബുക്സോ ഒന്നും പ്രത്യേകിച്ച് അങ്ങനെ പറയുന്നില്ല. മോസ്റ്റ് പ്രോബ്ലി നമ്മളുടെ ഇത് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള, അതായത് നമ്മളുടെ സോഡിയം പൊട്ടാസ്യം ബാലൻസ് കൺട്രോൾ ചെയ്യുന്നത് നമ്മളുടെ എഡ്രിനൽ ഗ്ലാൻഡിൽ നിന്നുള്ള മിനറലോകോർട്ടിക്കോയിഡ് എന്ന് പറഞ്ഞ ഹോർമോൺസാണ്. അപ്പം മറ്റിപ്പോൾ തൈറോയിഡിനെയും അതുപോലെയുള്ള മറ്റ് ഹോർമോൺ ഗ്രന്ഥികളെ ഓട്ടോഇമ്യൂൺ ബാധിക്കുന്ന പോലെ അതിനെയും ഓട്ടോഇമ്യൂൺ സിസ്റ്റം എന്തെങ്കിലും ബാധിച്ചിട്ടുണ്ടാകും. അതായിരിക്കണം ഈ പലർക്കും ഇപ്പം നമ്മൾ ഈ സോഡിയം കുറഞ്ഞു പോകുന്നത് കൊണ്ടുള്ള ക്ഷീണവും അങ്ങനത്തെ പ്രശ്നങ്ങളും കാണുന്നുണ്ടായിരുന്നു. ആക്ച്വലി ഇദ്ദേഹത്തിന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി 1 വീക്ക് ആയപ്പോൾ തന്നെ അദ്ദേഹം വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടും വെരി ഹൈ ലെവലിലുള്ള ഒരു ഹൈ ലെവൽ എന്ന് പറഞ്ഞാൽ എക്കണോമിക്കലി ആൻഡ് സോഷ്യലി വെരി ആക്റ്റീവായിട്ടുള്ള ഒരു ആളാണ്. ഭയങ്കര ഫ്രീക്വൻറ്റ് ട്രാവലിങ്ങും ഒക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഞാനാണ് അതിശയിച്ചു പോയിട്ടുണ്ട്, ഇദ്ദേഹത്തിന് ഇത്രയും രോഗം വെച്ചിട്ടുണ്ട് എങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത്. അത്രയധികം ആക്റ്റീവായിട്ടുള്ള ഉണ്ട്. അപ്പം ഹോൾ ബോഡിയിൽ ഓൺലി തിങ് ഫേസിൽ പ്രശ്നമില്ല, ഈ സോറിയാസിസിൻ്റെ ഒന്നുമില്ല. പക്ഷേ എല്ലാ ജോയിൻസും അഫക്റ്റഡ് ആണ്. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനാണ്. അപ്പം പക്ഷേ ഒരു 58th ഡേ വന്നപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു, ഡോക്ടർ എനിക്ക് 80% പ്രശ്നങ്ങൾ കുറഞ്ഞു, അസ്വസ്ഥതകളും എല്ലാം കുറഞ്ഞിട്ടുണ്ടെന്ന്. അത്ര ഫാസ്റ്റ് ഒരു റെസ്പോൺസാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് മരുന്നില്ലാത്തതുകൊണ്ട് ഒരു ലൈറ്റായിട്ട് നമ്മളൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററിയും പെയിൻ കില്ലേഴ്സും കൂടെ ഈ ജോയിൻറ്റ് ഫിക്സിറ്റിയൊക്കെ തീരുന്നോടം വരത്തേക്ക് ഒരു ഷോർട്ട് ടേം ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഒത്തിരി ആൻറ്റി ഇൻഫ്ലമേറ്ററിയും ഈ സ്റ്റിറോയിഡ്സും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നമ്മളൊന്ന് സിംറ്റംസ് റിലീഫ് ആയി കഴിയും. മിക്കവാറും 8 ദിവസമൊക്കെ ആകുമ്പോഴേക്കും, ഒരാഴ്ച ആകുമ്പോഴേക്കും സിംറ്റംസിന് റിലീഫ് വരും. അപ്പം നമ്മൾ പതുക്കെ മറ്റേ മരുന്നുകൾ കുറച്ചുകൊണ്ട് വരാൻ തുടങ്ങും. അപ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് ഇത് ചെയ്തുകൊണ്ട് പോകും. അപ്പം ഇതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റും കൂടെ വരികയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പെഷ്യൽ ഫുഡ് ഉണ്ടാകും. അതിൻ്റെ കൂടെ ഓരോന്നായിട്ട് നോക്കി നമുക്ക് പറ്റുന്നത് ഏതാ പറ്റാത്ത ഏതാന്ന് കുറേയൊക്കെ ടെസ്റ്റുകളിൽ നിന്ന് തന്നെ പറ്റുന്നതും ഇൻടോളറൻ്റ് ഉള്ളതും ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എല്ലാ ടെസ്റ്റുകളിൽ നിന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഒഴിവാക്കി അങ്ങനെ. ഇപ്പോൾ ഇദ്ദേഹമാണെങ്കിൽ ആ സെൽഫായിട്ടാണെങ്കിലും omega-3 കൂട്ടാൻ വേണ്ടിയിട്ട് സാൽമൺ ഫിഷ് തന്നെ ഡെയിലി കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അത്ര വരെ കെയർ എടുത്ത് അങ്ങനെ നോക്കാനും പറ്റുന്ന ആളായിരുന്നു. പക്ഷേ അതുകൊണ്ടൊക്കെയാണ് അത്രയും ഇങ്ങനെ മാനേജ് ചെയ്ത് പോയിരുന്നത്. പക്ഷേ 1 മന്ത് വന്നപ്പോഴേക്കും നമ്മളുടെ ഈവൻ CRP, HSCRP ഒക്കെ കുറഞ്ഞു വന്നു.
ഇമ്മ്യൂണിറ്റിയുടെ നമ്മൾ തന്നെ IgG ഒക്കെ നോക്കും, അതെല്ലാം കുറഞ്ഞു വന്നു. മൊത്തത്തിൽ ഹീസ് കംഫർട്ടബിൾ. സ്കിൻ ഡിസീസ് ഓൾമോസ്റ്റ് നോർമലായെന്നുള്ള. സോറിയാറ്റിക് പാർട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 1 മന്ത് ആയപ്പോൾ തന്നെ, കാരണം ഈ സ്കിൻ സെൽസിനെ ഡിവൈഡ് ചെയ്യുന്ന ആ ടൈം ഉണ്ടല്ലോ, അപ്പോഴേക്കും വളരെ കറക്റ്റായിട്ട് നോക്കുന്ന പേഷ്യൻ്റാണ് സോറിയാസ് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യും. പക്ഷെ ജോയിൻറ്റ് പ്രോബ്ലംസ് കുറച്ചും കൂടെ ടൈം എടുക്കും. പക്ഷേ സിംറ്റമാറ്റിക് റിലീഫ് ഫാസ്റ്റായിട്ട് വരും. പക്ഷേ ഈ ജോയിൻ്റൊക്കെ ഡിഫോമിറ്റി ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ കുറച്ചും കൂടെ സമയമെടുത്ത് മാത്രമേ കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം സോറിയാസിസ് ആണെങ്കിലും സോറിയാറ്റിക് ആർത്രൈറ്റിസ് ഉണ്ടെങ്കിലും രണ്ടിനും ഒരേ സമയത്ത് തന്നെ ആശ്വാസം ലഭിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് നമ്മൾ ഏറ്റവും കോമൺ ആയിട്ടുള്ളത് എക്സിമയാണല്ലോ. അപ്പം ഞാനൊരു എക്സിമയുള്ള ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയാം. ഇതൊരു 26 ഇയർ ഓൾഡ് മാനാണ്. കൊച്ചു പയ്യനാണ് ശരിക്കും പറഞ്ഞാൽ, നമ്മുടെ ഒരു എൻജിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്നൊരു പയ്യനാണ്. അപ്പം അദ്ദേഹത്തിന് കൊച്ചിലേ മുതലേ ഉണ്ട്, അപ്പം ബ്രർത്തുണ്ട്. അതാണ് സ്കിന്നിൽ ഹോൾ, ഈവൻ ഇയറിലും എല്ലാം ഉണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ മനസ്സിലായത് എക്സിമയാണോ സോറിയാസിസ് ആണെന്ന്. കാരണം പൊളിഞ്ഞും പോകുന്നുണ്ട്, അതേസമയത്ത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ കറുത്ത് ഒരു എക്സിമാറ്റസും ആണ്. ഹോൾ ബോഡി സ്കിന്നും ഫേസും എല്ലാം ഉണ്ടായിരുന്ന കുട്ടിയാണ്. അതുകൊണ്ട് ഈ ചൊറിച്ചിലും അസ്വസ്ഥതയും കാരണം ഉറങ്ങാൻ പറ്റുന്നില്ല, മൊത്തത്തിൽ ദേഷ്യം, ഇറിറ്റബിലിറ്റി എല്ലാം ഉണ്ട്. അതുപോലെ മുടി കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ബാൾഡിങ് നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ തലയിലും ഉണ്ട്, ഇതിൻ്റെ ഈ ലീഷൻസും എല്ലാം ഉണ്ട്. ആക്ച്വലി ഇദ്ദേഹത്തിന് 174 സെൻറ്റിമീറ്റർ, 60 കിലോയേ ഉള്ളൂ വെയിറ്റ്. കുറച്ച് ഓവർ വെയിറ്റ് ഒന്നുമില്ല, ഈസ് നോർമൽ റേഞ്ചാണ് വെയിറ്റ് ഇരിക്കുന്നത്. അപ്പം ഇദ്ദേഹത്തിനാണെങ്കിൽ 8th ഡേ ആയപ്പോൾ വന്നപ്പോഴേക്കും ബ്ലഡ് ടെസ്റ്റിലാണെങ്കിൽ ബ്ലഡ് ടെസ്റ്റിൽ വൈറ്റമിൻ ഡി വെരി ലോ ആയിരുന്നു. പിന്നെ ഒരു ഡിസ്ലൈപ്പിഡീമിയയും, യൂറിക് ആസിഡ് കൂടുതൽ, പ്ലേറ്റ്ലെറ്റ് കൂടുതൽ, അങ്ങനെയും പലർക്കും കാണാറുണ്ട്. ഇങ്ങനെ ചിലപ്പോൾ പ്ലേറ്റ്ലെറ്റ് കൂടുതലായിരിക്കും, ചിലർക്ക് പ്ലേറ്റ്ലെറ്റ് കുറവായിരിക്കും. അങ്ങനെ കുറച്ച് ഇമ്മ്യൂൺ സിസ്റ്റം സംബന്ധമായിട്ടുള്ള WBCs കൂടുതലായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ ടോക്സിൻ ലെവൽസിൽ ചെറിയ സ്ട്രോൺഷ്യം, ടിൻ എന്നൊക്കെ പറഞ്ഞ് ചില ഹെവി മെറ്റൽസ് കൂടുതലായും കണ്ടു. അതാണ് ഒരു ഇത് വന്നിരുന്നത്. അപ്പം ഇദ്ദേഹത്തിന് എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ട്രീറ്റ്മെൻ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ സ്പെഷ്യൽ ഫുഡും എക്സസൈസും ആണ് പറയുന്നത്. അപ്പോൾ 1 വീക്കൊക്കെ ആയപ്പം 8th ഡേ വന്നപ്പോഴേക്കും തന്നെ ഉറക്കത്തിലും അങ്ങനത്തെ സിംറ്റമാറ്റിക് റിലീഫ് ഭയങ്കരമായിട്ട് കിട്ടിയെന്നുള്ളതാണ്. അദ്ദേഹത്തിനാണെങ്കിൽ കുറേ സാധനങ്ങളോട് അലർജി, ഈവൻ റൈസ് പോലും അലർജിയാണ്. റൈസ്, ടൂ മെനി ഐറ്റംസ്, ഇൻടോളറൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് കുറേ അധികമുണ്ട്. എഗ്ഗ്, മിൽക്ക് ഒക്കെ അലർജിയാണ്. ഈവൻ റൈസും കൂടെ വരുമ്പോഴാണ് പലർക്കും ബുദ്ധിമുട്ട്. നമ്മുടെ മലയാളികൾക്കൊക്കെ റൈസ്, കോക്കനട്ടൊക്കെ വരുമ്പോഴാണ് വലിയ സങ്കടമാകുന്നത്, അതും കൂടെ കഴിക്കത്തില്ലല്ലോ എന്നുള്ളത്. നമ്മുടെ കാരണം എല്ലാത്തിനകത്തും റൈസ് ബേസ്ഡ് അല്ലെങ്കിൽ കോക്കനട്ട് ബേസ്ഡ് ആണല്ലോ നമ്മുടെ ഫുഡെല്ലാം. പക്ഷേ ഫിഷിലൊന്നും അധികം വലിയ പ്രശ്നങ്ങളില്ല. ഫ്രൂട്ട്സിലും കുറേയൊക്കെ പ്രശ്നങ്ങളുള്ളതുണ്ട്. ബട്ട് എന്നാലും അതൊക്കെ നോക്കി കഴിക്കാൻ തുടങ്ങി. ആക്ച്വലി 3 മന്ത്സ് ലാസ്റ്റ് വിസിറ്റ് വന്നത് 90 ഡേയ്സിൻ്റെയാണ്. അപ്പോഴേക്കും എല്ലാ സ്കിൻ പാർട്ടും ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി നോർമലായെന്നുള്ളതാണ്. അപ്പം ഹീസ് ഒൺലി തിങ്, അപ്പോഴേക്കും ഇച്ചിരി ഉഴപ്പാൻ തുടങ്ങി. റൈസൊക്കെ ആദ്യം ഒഴിവാക്കിയതായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പക്ഷേ ഇടയ്ക്ക് നമ്മൾ റൈസൊക്കെ കഴിച്ചു തുടങ്ങി എന്നുള്ളതാണ്. റൈസിന് അലർജി ഉണ്ടെന്നുള്ളത്. പക്ഷേ അത് അവൻ തന്നെ കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. എനിക്ക് നമ്മുടെ നാടൻ പാർബോയിൽഡ് റൈസ്, നമ്മൾ ചുവന്ന റൈസ് കഴിക്കുമ്പോഴാണ് കൂടുതൽ. വൈറ്റ് റൈസ് ആണെങ്കിൽ, അതായത് നമ്മുടെ ഈ മറ്റേ വെള്ള അരി, പച്ചരി പോലെയുള്ളതിനാണെങ്കിൽ അത്രയും പ്രശ്നമില്ലെന്നുള്ളതാണ്. എനിവേ 90 ഡേയ്സ് ആയപ്പോഴേക്കും ഈ സോ ഹാപ്പി. അല്ലെങ്കിൽ ഇത് കൊച്ചുനാളിലെ മുതലുള്ളതാണ്, ഉണ്ടായപ്പോൾ മുതൽ വന്നിരുന്ന ഈ സ്കിൻ ഡിസീസുമായിട്ട് നടന്നിരുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എടുത്ത് 90 ഡേയ്സ് ആയപ്പോഴേക്കും ഞാൻ നോക്കിയപ്പം മോൻ്റെ കൈയുടെയൊക്കെ ഒരു കുറച്ച് ഭാഗത്ത് ഇച്ചിരൂടെയൊക്കെ കറുപ്പ് പോകാനുണ്ട്. പക്ഷേ ഹീസ് സെയിങ് ദറ്റ് അച്ഛനും പറയുന്നത് മോനും പറയുന്നത് ഇപ്പോൾ കംപ്ലീറ്റ് മാറിയെന്നാണ്. അപ്പം നമുക്ക് നോക്കുമ്പോൾ നമ്മളോട് മെഡിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ കുറച്ചും കൂടെയൊക്കെ സ്കിൻ ശരിയാകാനുണ്ട്. അപ്പോഴേക്കും ഇച്ചിരിയൊക്കെ തെറ്റിക്കാൻ തുടങ്ങി, എല്ലാം കറക്റ്റായി. ആക്ച്വലി മോന് 60 kg ആയിരുന്നു, അതിൽ നിന്ന് 68.6 വന്നു. അപ്പം ഇച്ചിരി ഫാറ്റ് ലെവൽ കൂടാ, ആദ്യം നന്നായിട്ട് കുറച്ചുകൊണ്ടൊക്കെ വന്നതാണ്. ഫാറ്റും ഓവറായിട്ടില്ല, ഇച്ചിരി 17 വന്നു. ശരിക്കും ആണുങ്ങൾക്ക് 10 to 15% ഫാറ്റ് വരാൻ പാടുള്ളൂ. അപ്പം ജിമ്മിലൊക്കെ വർക്കൗട്ടൊക്കെ ചെയ്ത് നല്ല ബോഡിയൊക്കെ ഫിറ്റായി. അപ്പം അതാണ്. അപ്പോൾ കൊച്ചിലേ മുതൽ ഈ കരപ്പനോ, നമ്മൾ കൊച്ചുങ്ങളിലൊക്കെ വേണ്ടുമ്പോൾ കരപ്പൻ എന്നല്ലേ പറയാം,
അപ്പോൾ അതുമായിട്ട് നടന്നിരുന്ന ആൾക്ക് 3 മന്ത്സ് കൊണ്ട് കംപ്ലീറ്റ്ലി മാറാൻ പറ്റിയെന്നുള്ളതാണ്. ഈവൻ ഈസ് മുടി കൊഴിഞ്ഞ് കഷണ്ടി പോലെ ആയതൊക്കെ മുടിയെല്ലാം തിരിച്ചു വന്ന് അതും അദ്ദേഹം പറയുമായിരുന്നു. അച്ഛനും വെരി ഹാപ്പി. കാരണം ഇത്രയും കാലമായിട്ട് 26 വയസ്സായിട്ട് സഫർ ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ നമ്മൾ ഓർക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒത്തിരി അലർജിക് ഐറ്റംസ് ഉണ്ടായിരുന്നു, അതൊക്കെ കുറഞ്ഞു വരും. പക്ഷേ എല്ലാം നമ്മൾ ഉഴപ്പാൻ പാടില്ല. നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ നോക്കിയും കണ്ടുവേ ഇപ്പം അലർജി ഉണ്ടായിരുന്നു ഒഴിവാക്കി, പിന്നെ ചെറിയ നിലയിലുള്ളത് പതുക്കെ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നമ്മുടെ ബോഡി എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാത്തിനോടും ഒന്നും റിയാക്ട് ചെയ്യണമെന്നില്ല. പക്ഷെ നമ്മുടെ ബോഡിക്ക് അനുസരിച്ച് പറ്റാത്തത് ഒഴിവാക്കിയും പറ്റിയത് മാത്രം ഉപയോഗിച്ചും മുമ്പോട്ട് പോകേണ്ടി വരും. അല്ലെങ്കിൽ എല്ലാം മാറിയെന്നും പറഞ്ഞുകൊണ്ട് ഇനി എന്തും ആകാമെന്ന് പറ്റില്ല. ബോഡി കോമ്പോസിഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. കെമിക്കൽസും കളറും പ്രിസർവേറ്റീവ്സും അങ്ങനത്തെ ഒക്കെ നമ്മൾ കഴിയുന്നത് ഒഴിവാക്കണം. നമുക്ക് ഇൻടോളറൻ്റ് ആയിട്ടുള്ള ഫുഡ് ഒഴിവാക്കണം. അതാണ് ഇതിനകത്ത് നിന്ന് നോക്കേണ്ടത്. നമ്മൾ ഇപ്പോൾ സോറിയാസിസ് കണ്ടു. എൻ്റെ ഒരു പേഷ്യൻ്റെ കാര്യം ഞാൻ എക്സ്പീരിയൻസ് പറഞ്ഞു. അതുപോലെ ഒരു എക്സിമയും പറഞ്ഞു. ഇനിയിപ്പോൾ ഈ വെള്ളപ്പാണ്ട് പോലെയുള്ള രോഗത്തിൻ്റെയാണ്. ഇത് ആക്ച്വലി ഒരു കൊച്ചുകുട്ടി എന്ന് പറഞ്ഞാൽ 15 വയസ്സുള്ള ഒരു ബോയിയാണ്. മോൻ്റെ വെയിറ്റ് ആണെങ്കിലും ഹൈറ്റ് 174 സെൻറ്റിമീറ്റർ, വെയിറ്റ് 55 kg ഉള്ളൂ. ഓവർ വെയിറ്റ് ഒന്നുമില്ല. ഈവൻ ഫാറ്റ് ലെവലാണെങ്കിലും ഒക്കെ നോർമലായിട്ടേ ഉള്ളൂ. 12% ഉള്ളൂ ഫാറ്റ് ലെവലും. ഇറ്റ്സ് എ നോർമൽ ഫോർ ദ ഏജ്. ഈ കുട്ടിക്ക് തുടങ്ങിയിട്ട് അലർജി 1.5 വർഷമായിട്ടാണ് വിറ്റിലേഗോ കണ്ടത്. പിന്നെ പിമ്പിൾസും ഉണ്ട് കുറച്ച്, പക്ഷെ അത് അവർ അത്ര ബാധിക്കുന്നില്ല. കുറച്ച് മുഖക്കുരുവൊക്കെ കൂടുതലും ഉണ്ട്. വിറ്റിലേഗോയ്ക്ക് വേണ്ടിയിട്ട് 1.5 വർഷമായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ട്രയോക്സലസിൻ എന്നും പറഞ്ഞൊരു മരുന്നും, പിന്നെ ഈ നമ്മൾ അൾട്രാവയലറ്റ് റേസ് വെച്ചിട്ടുള്ള ഇതും, പിന്നെ ഒരു ഓയിൻമെൻറ്റ് ഇട്ടിട്ട് അതൊക്കെയാണല്ലോ ചെയ്യുന്നത്. പൂവ തെറാപ്പി എന്ന് പറയും. ഈ പൂവ തെറാപ്പി എടുക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ ഈ ടാബ്ലറ്റും എടുക്കുന്നുണ്ട്. അപ്പം ഈ കുട്ടിയുടെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ, കുറച്ചൊക്കെ ഈ 1.5 വർഷമായിട്ട് ഈ കണ്ടിന്യൂസ്ലി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അന്ന് കുറച്ചൊരു കുറവ് വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും അത് കംപ്ലീറ്റ് മാറിയിട്ടില്ല. ഈ നെഞ്ചത്തും അതുപോലെയുള്ള കുറച്ച് ഏരിയസിലാണ് ഇനി പോകാതെ നിൽക്കുന്നത്. ചില ചെറിയ സ്പോർട്സൊക്കെ അപ്പോൾ അത് കഴിച്ചിട്ട് പോയെന്ന് പറഞ്ഞു. പിന്നെ ഈ പൂവ തെറാപ്പി എടുക്കുന്നുണ്ടല്ലോ, ഇതിൻ്റെയൊക്കെ കൊണ്ട് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും അവിടെ കുറച്ച് ഭാഗത്ത് നിൽക്കുന്നുണ്ട്. പിന്നെ ഈ മെഡിസിൻ കണ്ടിന്യൂസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവനും ശരിക്കും നല്ല കളറുണ്ടായിരുന്ന, ജനറലി ഉണ്ടായിരുന്ന ഡാർക്കായി വരുന്നു. അപ്പോൾ കൊച്ചു കുട്ടിയും കൂടെ ആണല്ലോ, പഠിക്കുന്ന സമയമാണല്ലോ. അപ്പം അവരുടെ ആ ഏജിൻ്റെ ഇതും കൂടെ വരുമ്പോഴേക്കും അതും അവരെ ഒരു സ്ട്രെസ് വരുന്നു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ മദർ നമ്മളുടെ ഈ ക്യാപ് പേഷ്യൻ്റായിട്ട് ഒരു ആർത്രൈറ്റിസും ഡയബറ്റീസും ഒക്കെ കൂടായിട്ട് വന്നിരുന്നു. അപ്പോൾ അതിനുള്ള ഒരു എക്സ്പീരിയൻസ് കൊണ്ടാണ് അവർ ചോദിച്ചു, ഇങ്ങനെ മോൻ ഇങ്ങനെയുണ്ട്, എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോഴാണ് നമുക്ക് നോക്കാം, ഇതാണ് നമ്മളുടെ ഇത് നോക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ഇദ്ദേഹത്തിൻ്റെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി ആക്ച്വലി 60 days ആണ് വന്നപ്പം. ലാസ്റ്റ് 60 days റിവ്യൂ ആണ് വന്നിരിക്കുന്നത്. ആക്ച്വലി ഒരു 2 weeks കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഈ ട്രയോക്സാസെൽ ആ മരുന്ന് നിർത്തി. ഇപ്പം ഒരു 30 ആയപ്പോൾ തന്നെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് മരുന്നൊക്കെ 15 days ആ സമയത്ത് തന്നെ നിർത്തി. ഇപ്പോൾ കംപ്ലീറ്റ് 60 days ആയപ്പോഴേക്ക് ആ ലീഷൻ അവിടെ ഉണ്ടെന്ന് കാണാത്തതുപോലെ മാറി എന്നുള്ളതാണ്. പക്ഷേ നമ്മളൊരു കാര്യം ഓർക്കണം, ഒത്തിരി വെള്ളപ്പാണ്ട് വന്ന് കംപ്ലീറ്റ് സ്കിൻ ഡാമേജ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചു വരികയില്ല. ഇത് ഏർലി സ്റ്റേജ് ആയിരുന്നു, ലൈറ്റായിട്ട് കംപ്ലീറ്റ് അങ്ങ് വൈറ്റായി പോയിട്ടില്ലായിരുന്നു. അപ്പം അതാണ് നമ്മൾ ഈ വിറ്റിലിഗോയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പ്രൈവറ്റ് പ്രാക്ടീസിൽ കാണാത്തോടത്തൊക്കെ വരുമ്പോൾ നമ്മളങ്ങ് ഇഗ്നോർ ചെയ്ത് വെച്ചുകൊണ്ടിരിക്കും. കാരണം ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. അതങ്ങ് കംപ്ലീറ്റ്ലി ഡാമേജ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ മെലനോസൈറ്റ്സ് എല്ലാം ഡാമേജ് ആയിപ്പോയാൽ തിരിച്ചു വരാൻ പാടാം. അപ്പം ഇത് നമ്മൾ അതുവരെ കൺട്രോളും ചെയ്തിരുന്നു. അതുകൊണ്ട് വളരെ എളുപ്പമായി ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കറക്റ്റ് ചെയ്ത് ഇമ്മ്യൂണിറ്റിയും എല്ലാം കറക്റ്റ് ചെയ്ത് നമ്മൾ ബേസിക്കലി ഇതിനകത്ത് ഫുഡും എക്സസൈസും മാത്രമാണ് വരുന്നത്. അപ്പോൾ ആ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ കറക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ പ്രോബ്ലംസ് മാറും എന്നുള്ളതാണ്. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിലും ഒരു ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് കാണിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പേഷ്യൻറ്റിന് വരുന്ന പോലെ അത് നമ്മൾ അങ്ങനെയും കാണുന്നുണ്ട്. നമ്മളതൊന്നും സാധാരണ നിലയിൽ വെരി സിക്ക് പേഷ്യൻസിന് മാത്രമേ ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ നോക്കുകയുള്ളൂ.
നമ്മളൊരു റുട്ടീൻ ടെസ്റ്റിൻ്റെ ഭാഗമായിട്ട് തന്നെ നോക്കുന്നതുകൊണ്ടാണ് കാണുന്നത്. അപ്പോൾ അത് തന്നെ നമുക്ക് സ്ട്രെസ്സും ടയർഡ്നെസ്സും ഒക്കെ ഉണ്ടാക്കും. അപ്പോൾ അതും അങ്ങനത്തെ കാര്യങ്ങൾ എല്ലാം കറക്റ്റായെന്നുള്ളതാണ്. അപ്പം വിതിൻ 2 മന്ത്സ് തന്നെ ഇത് പോയി. പക്ഷേ എല്ലാത്തിലും അങ്ങനെ പ്രതീക്ഷിക്കരുത്. ഇത് തുടക്കമായതുകൊണ്ട് മാത്രമാണ് ഈ 2 മന്ത്സ് ആയപ്പോഴേക്കും കംപ്ലീറ്റ്ലി ക്ലിയർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വെള്ളപ്പാണ്ടിൻ്റെ കാര്യത്തിൽ തുടങ്ങുന്നത് കാണുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ തന്നെ ആക്ട് ചെയ്യുക. കാരണം അതിന് വേദനയൊന്നും ഇല്ലാത്തതുകൊണ്ടും പ്രൈവറ്റ് ഏരിയയിലായതുകൊണ്ടും നമ്മൾ അനങ്ങാതിരിക്കും. പക്ഷെ അത് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കളറ് തിരിച്ചു കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായിരിക്കും. ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ രോഗലക്ഷണങ്ങളെ അല്ല ഫോക്കസ് ചെയ്യുന്നത്, അതിൻ്റെ അടിസ്ഥാന കാരണമായ ശരീരഘടനയിലെയും ഹോർമോൺ ബാലൻസിലെയും ഇമ്മ്യൂണിറ്റിയിലെയും വ്യതിയാനങ്ങളെയും അവയ്ക്ക് കാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ പരിഹരിക്കാനുമാണ്. അതുകൊണ്ടാണ് ഏത് പ്രായത്തിലുള്ള ആൾക്കും ഒരേ സമയം വ്യത്യസ്ത രോഗങ്ങൾക്കും രോഗലക്ഷണങ്ങൾക്കും അസ്വസ്ഥതകൾക്കും ആശ്വാസം ലഭിക്കുന്നത്. രോഗമുക്തിക്ക് ആധാരം ഇമ്മ്യൂൺ സിസ്റ്റമാണ്. ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഉത്തമമായി പ്രവർത്തിക്കാനുള്ള അവസരമൊരുക്കുകയും അതിലൂടെ ശരീരത്തിൻ്റെ സെൽഫ് ഹീലിംഗ് പവറിനെ ഉത്തേജിപ്പിക്കുകയുമാണ് വേണ്ടത്. സ്വയം ജീവിതശൈലി ക്രമീകരിച്ച് ആരോഗ്യം ഉത്തമമാക്കി നിലനിർത്താനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്. അതിന് കഴിയാതെ വരികയോ ഹൃദ്രോഗവും ക്യാൻസറും പോലുള്ള മാരക രോഗങ്ങൾ സംശയിക്കപ്പെടുമ്പോഴും ഒന്നിൽ കൂടുതൽ രോഗങ്ങളുള്ളവർക്കും മരുന്നുകൾ ദീർഘകാലം ഉപയോഗിക്കേണ്ടി വരുന്നവർക്കും മരുന്നുകൾ കൊണ്ടും അസ്വസ്ഥതകൾ മാറ്റാൻ കഴിയാതെ വരുമ്പോഴും ഓപ്പറേഷൻ ആവശ്യമായി വരുന്നവർക്കുമാണ് ക്ലിനിക്കൽ സപ്പോർട്ടോടെയും സൂപ്പർവിഷനോടെയും ഉള്ള ജീവിതശൈലി ക്രമീകരണം ആവശ്യമായി വരുന്നത്. ജീവിതശൈലി ക്രമീകരണത്തിൻ്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ചും ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തെക്കുറിച്ചും വെബ്സൈറ്റിൽ നിന്നും യൂട്യൂബിൽ നിന്നും കൂടുതൽ അറിയാനാവും. ഡോക്ടറേക്കാൾ അറിവ് നേടാം എന്ന യൂട്യൂബ് സീരീസിലെ വീഡിയോകളും നൂതന സമീപനം എന്ന സീരീസിലെ ആദ്യ വീഡിയോയും നിങ്ങളുടെ രോഗത്തെക്കുറിച്ചുള്ള വീഡിയോകളും ചികിത്സ എങ്ങനെയാവണം എന്ന സീരീസിലെ വീഡിയോയും കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാ ശനിയാഴ്ചയും 2:30 ലൈവ് എപ്പിസോഡുകളും നിങ്ങളുടെ രോഗവുമായി ബന്ധപ്പെട്ട കഴിഞ്ഞുപോയ എപ്പിസോഡുകളും കാണുന്നതും നല്ലതാണ്. താങ്ക് യു.